ഹായ്, ഐ എം ബിജു എസ് നായർ, ഫോമർ ഓഫീസർ ഫുഡ് കോർപ്പറേഷൻ ഓഫ് ഇന്ത്യ. എന്റെ പുതിയൊരു കറണ്ട് അഫയേഴ്സ് വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ ഹിന്ദു ന്യൂസ് പേപ്പർ എഡിറ്റോറിയൽ തൊട്ടാണ് നമ്മൾ എല്ലാ ദിവസത്തെയും പോലെ ഡിസ്കഷൻ സ്റ്റാർട്ട് ചെയ്തത്. ഫസ്റ്റ് എഡിറ്റോറിയൽ ലിപ് സർവീസ് എന്ന് പറഞ്ഞ എഡിറ്റോറിയലാണ്. അപ്പൊ ഇത് എന്തിനെ കുറിച്ചാണെന്ന് വെച്ചാൽ, ഇന്നലെ പാർലമെന്റിൽ നമ്മളുടെ ഓം ബിർള പുതിയ സ്പീക്കറായിട്ട് സെലക്ട് ആയി. തുടർച്ചയായിട്ട് രണ്ടാം തവണയും സ്പീക്കർ പദവിയിലേക്ക് വരുന്ന അപൂർവ ആൾക്കാരേ ഉള്ളൂ. ബൽറാം ജാക്കർ എന്ന് പറയുന്ന ഒരു പഴയ ലോക്സഭാ സ്പീക്കർ ഉണ്ടായിരുന്നു. അതിനുശേഷം ഓം ബിർളയാണ് തുടർച്ചയായിട്ട് 2 തവണ ലോക്സഭാ സ്പീക്കർ ആവുന്നത്. രാജസ്ഥാനിലെ കോട്ട എന്ന് പറയുന്ന കോൺസ്റ്റിറ്റ്യുവൻസിയിൽ നിന്നാണ് അദ്ദേഹം വരുന്നത്. BJPയുടെ റെപ്രസെന്റേറ്റീവ് ആണ്. അപ്പം വളരെ കോഡിയലായിട്ടുള്ള അറ്റ്മോസ്ഫിയറിലാണ്. ഇലക്ഷനൊക്കെ വഴിയാണ് ഇപ്പൊ കൊടിക്കുന്നിൽ സുരേഷ് ഒപ്പോസിഷൻ പാർട്ടികളുടെ പിന്നീട് സ്പീക്കർ കാൻഡിഡേറ്റ് ആയിട്ട് ഉണ്ടായിരുന്നെങ്കിലും വളരെ കോഡിയലായിട്ടുള്ള ഒരു അറ്റ്മോസ്ഫിയറിലാണ് നടന്നത്. അത് കഴിഞ്ഞിട്ട് ഇപ്പൊ 2 ദിവസം മുമ്പ് പ്രൈം മിനിസ്റ്റർ ഒരു കൺസെൻസസ് ബേസിൽ പാർലമെന്റിൽ കാര്യങ്ങളായിട്ട് മുമ്പോട്ട് പോകുന്നതിനെ കുറിച്ച് പറഞ്ഞു. അപ്പൊ ഇന്നലെ ഇതിന് ശേഷം എന്താണ് നടന്നതെന്ന് വെച്ചാൽ, ഇപ്പം സ്പീക്കർ ഇലക്ഷൻ നടന്നതിന് ശേഷം അദ്ദേഹം പാർലമെന്റിൽ ഈ സ്പീക്കർ ഒരു റെസൊല്യൂഷൻ അവതരിപ്പിച്ചു, ഒരു പ്രമേയം അവതരിപ്പിച്ചു. ആ പ്രമേയം അവതരിപ്പിക്കാൻ കാരണം 49 വർഷം കഴിഞ്ഞു ഇന്ത്യയിൽ എമർജൻസി എന്ന് പറയുന്ന ഇന്ദിരാഗാന്ധിയുടെ പീരീഡിൽ വന്ന 1975 ഡിക്ലെയർ ചെയ്ത ഇന്ത്യയുടെ ഒരു ഡാർക്ക് പീരിയഡിന്റെ ഇംപ്ലിമെന്റേഷൻ വന്നിട്ട് 49 ഇയേഴ്സ് കഴിഞ്ഞു. 50th ആനിവേഴ്സറി ആണ് ഇപ്പം നടക്കുന്നത്. 1975 ജൂൺ 25 ആണ് ഇത് ഇംപ്ലിമെന്റ് ചെയ്തത്. ഫക്രുദ്ദീൻ അലി അഹമ്മദ് എന്ന് പറഞ്ഞ അന്നത്തെ പ്രസിഡന്റ് ആണ് അത് ഇംപ്ലിമെന്റ് ചെയ്തത്. അതിന് കാരണമായിട്ട് പറയപ്പെടുന്നത് ഇന്ദിരാഗാന്ധി 1971 വൻ ഭൂരിപക്ഷത്തിൽ വരെ കോൺഗ്രസ് ഗവൺമെന്റ് അധികാരത്തിൽ വരുന്നു. പ്രത്യേകിച്ച് 1971 ഇന്ത്യ പാകിസ്ഥാൻ വാർ ഉണ്ടാവുന്നു. ബംഗ്ലാദേശ് ക്രിയേഷനൊക്കെ അപ്പോഴാണ്. അപ്പൊ ഇന്ദിരാഗാന്ധി ഇന്ത്യയിലെ മോസ്റ്റ് പവർഫുൾ അല്ലെങ്കിൽ ഓൾ എൻകംപാസിംഗ് പ്രൈം മിനിസ്റ്ററായി. ഈവൻ ഒപ്പോസിഷൻ ലീഡറാണ് അടൽ ബിഹാരി വാജ്പേയി. പിന്നീട് ഇന്ത്യയുടെ പ്രൈം മിനിസ്റ്ററായ BJPയുടെ സ്റ്റാൾവാർട്ട് ലീഡറാണ് അടൽ ബിഹാരി വാജ്പേയി. ഗോഡസ് ദുർഗ എന്നാണ് ആ കാലഘട്ടത്തിൽ ഇന്ദിരാഗാന്ധിയെ വിശേഷിപ്പിച്ചത്. അപ്പൊ അത്രയും ശക്തിയായിരുന്നു. അതുകൊണ്ട് ആ ഒരു പോപ്പുലാരിറ്റിയിൽ 1971 കോൺഗ്രസ് 2/3 മെജോറിറ്റിയോടുകൂടി ഇന്ത്യയിൽ അധികാരത്തിൽ വരികയാണ്. ഇന്ദിരാഗാന്ധി റായ്ബറേലിയിൽ നിന്ന്, ഇന്നിപ്പോ രാഹുൽ ഗാന്ധിയുടെ കോൺസ്റ്റിറ്റ്യുവൻസിയായ റായ്ബറേലിയിൽ നിന്ന് വൻ ഭൂരിപക്ഷത്തിൽ തെരഞ്ഞെടുക്കപ്പെടുന്നു. പക്ഷെ അവർക്കെതിരെ മത്സരിച്ച ജനതാ പാർട്ടിയുടെ രാജ് നാരായണൻ എന്ന് പറയുന്ന കാൻഡിഡേറ്റ് അലഹബാദ് ഹൈക്കോടതിയിൽ പോയിരുന്നു. എന്നിട്ട് അദ്ദേഹം പറയുന്നു ഗവൺമെന്റ് മെഷീനറി ദുരുപയോഗം ചെയ്താണ് ഇന്ദിരാഗാന്ധി ഇലക്ഷൻ ജയിച്ചതെന്ന്. അത് ശരിയാണെന്ന് 75 കണ്ടെത്തുന്നു അലഹബാദ് ഹൈക്കോർട്ട്. ഇന്ദിരാഗാന്ധിയെ അവര് ഡിസ്ക്വാളിഫൈ ചെയ്യുന്നു. ഫർദർ ആയിട്ട് നെക്സ്റ്റ് 6 ഇയേഴ്സ് അവര് ഇലക്ഷനിൽ മത്സരിക്കാൻ പാടില്ലെന്ന ഓർഡറും സുപ്രീം കോടതിയുടെ കയ്യിൽ നിന്ന് വരുന്നു. അലഹബാദ് ഹൈക്കോർട്ടിന്റെ കയ്യിൽ നിന്ന് വരുന്നു. അലഹബാദ് ഹൈക്കോർട്ട് ഇസ് ദ ലാർജസ്റ്റ് ഹൈക്കോർട്ട് ഇൻ ഇന്ത്യ. അതൊരു ക്വസ്റ്റ്യൻ ആണ്. ഇന്ത്യയിലെ ഏറ്റവും വലിയ ഹൈക്കോർട്ട്, ഏറ്റവും കൂടുതൽ ജഡ്ജിമാരുള്ള ഹൈക്കോർട്ട് അലഹബാദ് ഹൈക്കോർട്ടാണ്. ഉത്തർപ്രദേശിന്റെ ഹൈക്കോർട്ടാണ്. അപ്പൊ 6 മാസത്തേക്ക് 6 വർഷത്തേക്ക് ഇന്ദിരാഗാന്ധിക്ക് ഇലക്ഷനിൽ മത്സരിക്കാനും പറ്റൂല എന്നുള്ള വിധിയെ തുടർന്നാണ് ആക്ച്വലി ഫക്രുദ്ദീൻ അലി അഹമ്മദ് എന്ന് പറഞ്ഞ പ്രസിഡന്റിനെ കൊണ്ട് ഇന്ദിരാഗാന്ധിയുടെ ക്യാബിനറ്റ് എമർജൻസി ഡിക്ലെയർ ചെയ്യിപ്പിക്കുന്നത് 1975 ജൂൺ 25. അപ്പൊ അതിന്റെ 50th ആനിവേഴ്സറി ആണ് ഇപ്പം വന്നിരിക്കുന്നത്. അപ്പൊ ആ ഒരു അതിനെ കണ്ടം ചെയ്തുകൊണ്ട് ആ സമയത്ത് ഈ അൺഡെമോക്രാറ്റിക് ആയിട്ടുള്ള അല്ലെങ്കിൽ നമ്മുടെ ആന്റി കോൺസ്റ്റിറ്റ്യൂഷണൽ ആയിട്ടുള്ള പല പ്രൊവിഷൻസും ഉണ്ടായിരുന്നു. നമ്മളുടെ ഫണ്ടമെന്റൽ റൈറ്റ്സ് എല്ലാം സസ്പെൻഡ് ചെയ്യപ്പെട്ടു. ഫ്രീ സ്പീച്ചും അങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം സസ്പെൻഡ് ചെയ്യപ്പെട്ടു. ഒപ്പം നമ്മളുടെ പത്രങ്ങൾ സെൻസർ ചെയ്യപ്പെട്ടു. ഒപ്പോസിഷൻ ലീഡേഴ്സിനെ ജയിലിൽ ഇംപ്രിസൺമെന്റ് ചെയ്യപ്പെട്ടു. വാജ്പേയിയും അദ്വാനിയൊക്കെ ആ സമയത്ത് ജയിൽവാസം അനുഭവിച്ച ലീഡേഴ്സാണ്. അപ്പൊ അതിനെ ഓർമ്മ പുതുക്കിക്കൊണ്ട് ഇനി അങ്ങനെ ഒരു സംഭവം നമ്മളുടെ ഫ്യൂച്ചറിൽ ഉണ്ടാവാൻ പാടില്ലെന്നൊക്കെയാണ് ഈ ഓം ബിർള അവതരിപ്പിച്ച പ്രമേയം. പക്ഷേ അതൊരു ലിപ് സർവീസ്. അത് എന്തായാലും ഈ ഒരു ഇതിനെ ഒന്ന് റിമൈൻഡ് ചെയ്യിപ്പിച്ച പാർലമെന്റില് നമ്മളുടെ ഡെമോക്രാറ്റിക് ഇൻസ്റ്റിറ്റ്യൂഷൻസ് എപ്പോഴും ജനങ്ങളുടെ റൈറ്റ്സും ഫ്രീഡംസും പ്രൊട്ടക്ട് ചെയ്യാൻ അല്ലെങ്കിൽ സേഫ് ഗാർഡ് ചെയ്യാൻ ജാഗരൂകരായിരിക്കണം എന്ന് ഓർമ്മിപ്പിക്കാൻ നല്ലതാണിത്. പക്ഷേ ഈ നമ്മളുടെ ഓം ബിർള തന്നെ സ്പീക്കറായിരിക്കുന്ന സമയത്ത് അദ്ദേഹത്തിന്റെ പല ആക്ഷൻസും ഇപ്പൊ ഇവിടെ അവതരിപ്പിച്ച പ്രമേയത്തിന് പറഞ്ഞിരിക്കുന്ന കാര്യങ്ങളെ പോലെ ആയിരുന്നു എന്നുള്ള കാര്യം ചിന്തിക്കേണ്ടതാണ്. പലപ്പോഴും അദ്ദേഹം ഒപ്പോസിഷൻ ലീഡേഴ്സിന്റെ റൈറ്റ്സിന് ബുൾഡോസ് ചെയ്യുന്ന രീതിയിലായിരുന്നു നമ്മളുടെ ലോക്സഭയിൽ അദ്ദേഹവും ആക്ട് ചെയ്തിരുന്നത്. ലോക്സഭാ ഇലക്ഷന് തൊട്ട് മുമ്പായിട്ട് നടന്ന അവസാനത്തെ പാർലമെന്റിന്റെ സെഷനിൽ ഏതാണ്ട് 140ഓളം ഒപ്പോസിഷൻ എംപിമാര് അൺറൂളി ബിഹേവിയറിന്റെ പേര് പറഞ്ഞ് സസ്പെൻഡ് ചെയ്യുന്ന അൺഡെമോക്രാറ്റിക് നടപടി ഈ അദ്ദേഹത്തിന്റെ ഭാഗത്തു നിന്ന് ഉണ്ടായിരുന്നു.
അതുപോലെ പല ബില്ലുകളും സെലക്ട് കമ്മിറ്റീസിനും അല്ലെങ്കിൽ പിന്നീട് പ്രിവിലേജ് കമ്മിറ്റീസിനും ഒക്കെ സെലക്ട് കമ്മിറ്റീസ് ഉണ്ട് ഇതിന്റെ ആ കമ്മിറ്റീസിനൊക്കെ റെഫർ ചെയ്യുന്ന ഒരു പതിവ് ലോക്സഭയിലും രാജ്യസഭയിലും ഒക്കെ മുമ്പുണ്ടായിരുന്നു. അതിലൊന്നും വലിയ പ്രാധാന്യം കൊടുക്കാതെ അദ്ദേഹത്തിന്റെ പൊളിറ്റിക്കൽ മാസ്റ്റേഴ്സ് എന്താണോ പറഞ്ഞത് അതനുസരിക്കുകയാണ് ഓം ബിർള ചെയ്യുന്നത്. അതുപോലെ അദ്ദേഹത്തിന്റെ പാർട്ടി BJP ആണല്ലോ അപ്പൊ ഭരിച്ചുകൊണ്ടിരുന്ന. അവര് ചെയ്ത പല ആക്ടിവിറ്റീസും ഇതുപോലെ മീഡിയ സെൻസർഷിപ്പ് ഒന്നും ഇല്ലായിരുന്നെങ്കിലും അൺഡിക്ലെയർഡ് ആയിട്ടുള്ള ഒരു എമർജൻസി പോലെ ഫീൽ ചെയ്തു. ജേർണലിസ്റ്റുകളെ പലരെയും കോടതികൾ പല കേസുകളിൽ അകപ്പെടുത്തി ജാമ്യം പോലും ഇല്ലാതെ ഇപ്പൊ ന്യൂസ് ക്ലിക്കിന്റെ ഫൗണ്ടറെയൊക്കെ ജയിലിൽ ഇട്ടിരുന്ന കാര്യമൊക്കെ നമുക്കറിയാം. UAPA പോലുള്ള ഡ്രാക്കോണിയൻ ലോസ്, അത് മിസ പോലുള്ള ഡ്രാക്കോണിയൻ ലോസ് ഈ എമർജൻസി പീരീഡിൽ ഉണ്ടായിരുന്ന പോലെ ഇപ്പോഴത്തെ UAPA അൺലോഫുൾ ആക്ടിവിറ്റീസ് പ്രിവെൻഷൻ ആക്ടിന്റെ പരിധിയിലൊക്കെ ഇട്ടിട്ടാണ് ഇവരെയൊക്കെ കൊണ്ട് ജയിലിലിട്ടത്. അപ്പൊ അവർക്ക് ജാമ്യം പോലും കിട്ടാതെ. അതുപോലെ PMLA പ്രിവെൻഷൻ ഓഫ് മണി ലോണ്ടറിംഗ് ആക്ട് എന്ന് പറഞ്ഞ ആക്ട്, PMLA പ്രിവെൻഷൻ ഓഫ് മണി ലോണ്ടറിംഗ് ആക്ട് which is amended recently and it is giving sweeping powers to ED enforcement directorate for arresting each and every individuals without citing any reason പോലും കാണിക്കാതെ ജാമ്യം പോലും കൊടുക്കാതെ അറസ്റ്റ് ചെയ്തിടാൻ പറ്റുന്ന പ്രൊവിഷൻസ് PMLA ഇപ്പോൾ ഉണ്ട്, പ്രിവെൻഷൻ ഓഫ് മണി ലോണ്ടറിംഗ് ആക്ട്. അപ്പൊ അതൊക്കെ അവർ യൂട്ടിലൈസ് ചെയ്ത് ഒപ്പോസിഷൻ പാർട്ടീസിന്റെ ഫണ്ടുകൾ ഫ്രീസ് ചെയ്തു. ഒപ്പോസിഷൻ പാർട്ടീസിന് പല ലീഡേഴ്സിനെയും അറസ്റ്റ് ചെയ്ത് ജയിലിലിട്ടു. അപ്പൊ അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ ഇവരും ചെയ്തുകൊണ്ടിരുന്നതാണ്. അപ്പോ അതുകൊണ്ട് തന്നെ ഇതൊരു മിയർ ലിപ് സർവീസ് ആണ്. കോൺഗ്രസ് എന്ന് പറയുന്ന ഒപ്പോസിഷൻ പാർട്ടിയെ ടാർഗറ്റ് അവർ തന്നെയാണ് ഇത് ഇംപ്ലിമെന്റ് ചെയ്തത്. അവരാണ് അതിന്റെ എമർജൻസിയുടെ തീർത്തും ഉത്തരവാദി കോൺഗ്രസ് ആണ്. അതിന്റെ ഒരു പാപക്കറിയുന്നവർക്ക് ഒരിക്കലും രക്ഷപ്പെടാൻ പറ്റത്തില്ല. പക്ഷെ ഇപ്പൊ അത് എടുത്ത് ഈ ഒരു റെസൊല്യൂഷനൊക്കെ പാർലമെന്റില് ലോക്സഭയിൽ പാസ്സാക്കിയത് തീർച്ചയായിട്ടും ഇപ്പൊ കോൺസ്റ്റിറ്റ്യൂഷനെ ബ്രേക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് അല്ലെങ്കിൽ ചേഞ്ച് ചെയ്യാൻ വേണ്ടിയിട്ട് മോഡി ശ്രമിക്കുന്നു എന്നുള്ളൊരു ആരോപണവും കൊണ്ട് ഇപ്പൊ രാഹുൽ ഗാന്ധിയൊക്കെ തന്നെ കോൺസ്റ്റിറ്റ്യൂഷനും കൊണ്ടാണ് ലോക്സഭയിൽ ഇപ്പം ഓത്ത് ടേക്കിംഗ് സെറമണിക്കൊക്കെ വന്നത്. അപ്പൊ അവരുടെ വായടപ്പിക്കാൻ വേണ്ടിയുള്ള ഒരു മിയർ ലിപ് സർവീസ് ആയിട്ട് മാത്രമേ ഇതിനെ കാണാൻ പറ്റുള്ളൂ. ഓക്കെ, അതാണ് ഈ എഡിറ്റോറിയൽ പറയുന്നത്. അപ്പോ BJP അതുപോലെ ഒരു അതോറിറ്റേറിയൻ ടെൻഡൻസിയിലേക്ക് തന്നെയാണ് പൊക്കോണ്ടിരുന്നത്. അപ്പൊ അതിന് അവർ കൊടുത്തൊരു തിരിച്ചടിയാണ് ഈ 2024 ജനറൽ ഇലക്ഷനിൽ, ഇപ്പൊ നടന്ന ഇലക്ഷനിൽ അവർക്ക് മെജോറിറ്റി കിട്ടാതായി പോയത്. പക്ഷെ ആ രണ്ട് വേർഡിക്റ്റിനെ തമ്മിൽ കമ്പയർ ചെയ്യാൻ പറ്റത്തില്ല. 1977 ഇലക്ഷനിൽ ഇന്ദിരാഗാന്ധി പരാജയപ്പെടുകയാണ്, അവരുടെ പാർട്ടി പരാജയപ്പെടുകയാണ്. ഇവിടെ ഒരു റെഡ്യൂസ്ഡ് മെജോറിറ്റിയോടുകൂടി BJP തിരിച്ച് അധികാരത്തിൽ വരികയാണ്. പക്ഷെ സ്റ്റിൽ ഇറ്റ്സ് എ വാർണിംഗ് ഫ്രം ദ പീപ്പിൾ ഓഫ് ഇന്ത്യ ദാറ്റ് ദേ വോണ്ട് ടോളറേറ്റ് എനി കൈൻഡ് ഓഫ് അതോറിറ്റേറിയൻ ലീഡർഷിപ്പ് എന്നുള്ള ഒരു വാർണിംഗ് ആണ് കൊടുത്തേക്കുന്നതെന്നൊക്കെയാണ് ഈ പറയുന്നത്. അപ്പൊ എന്തായാലും ഇനി ഒരു എമർജൻസി ഉണ്ടാവാതിരിക്കണം എന്നുണ്ടെങ്കിൽ റൂളിംഗ് പാർട്ടി അതായത് BJP കുറച്ചുകൂടെ കോഓപ്പറേറ്റീവ് ആവണം. ഒരു ഹൈ ഹാൻഡഡ്നെസ് കാണിക്കാൻ പാടില്ല. ജുഡീഷ്യറി കുറച്ചുകൂടെ വിജിലന്റ് ആവണം. എന്നിട്ട് ഈ ഡ്രാക്കോണിയൻ ആയിട്ടുള്ള പല റൂൾസും പല ലോസും ഉണ്ട്. ഇപ്പൊ ഈ പറഞ്ഞ PMLA അല്ലെന്നുണ്ടെങ്കിൽ UAPA പോലുള്ള സംവിധാനങ്ങൾ അത് ദുരുപയോഗം ചെയ്യുന്നില്ല എന്ന് സിവിൽ സൊസൈറ്റി ആക്ടിവിസ്റ്റുകൾ എൻഷുർ ചെയ്യണം. അങ്ങനെ എല്ലാവരും കൂടെ കോഓപ്പറേറ്റ് ചെയ്ത് പ്രവർത്തിച്ചാൽ മാത്രമേ ഇനിയൊരു എമർജൻസി ഇന്ത്യയിൽ ഉണ്ടാവില്ല, അല്ലെങ്കിൽ അതിന് സമാനമായിട്ടുള്ളൊരു അവസ്ഥ ഇന്ത്യയിൽ ഉണ്ടാവില്ല എന്ന് എൻഷുർ ചെയ്യാൻ പറ്റുള്ളൂ എന്നാണ് ഈ എഡിറ്റോറിയൽ പറയുന്നത്. ഇനി രണ്ടാമത്തെ എൻഡിങ് ഡിഫെക്ഷൻസ് എന്ന് പറയുന്ന എഡിറ്റോറിയലാണ്. ഈ BJP അധികാരത്തിൽ വന്നതിന് ശേഷം BJP എന്നുള്ള പാർട്ടി പല സ്റ്റേറ്റുകളിലും ഒരുപാട് ഒരുപാട് MLA ഡിഫക്ട് ചെയ്ത് അവരെ പാർട്ടിയിലേക്ക് കൊണ്ടുപോയി പല സ്റ്റേറ്റുകളിലെയും ഭരണം പിടിച്ചെടുക്കുകയോ അല്ലെങ്കിൽ ഭരണം അട്ടിമറിക്കുകയൊക്കെ ചെയ്യുന്നുണ്ട്. പക്ഷെ കോൺഗ്രസ് വാസ് അറ്റ് ഇറ്റ്സ് വീക്കസ്റ്റ് പോയിന്റ് ഡ്യൂറിംഗ് ദോസ് 10 years. മോഡി ഫസ്റ്റ് ഗവൺമെന്റ് കാലഘട്ടത്തിലും മോഡിയുടെ സെക്കൻഡ് ഗവൺമെന്റ് കാലഘട്ടത്തിലും കോൺഗ്രസ് ഹാസ് നോ credibility to criticize BJP in their designs of promoting defection from other parties. കോൺഗ്രസും പ്രീവിയസ് പീരീഡിൽ അവർ പവർഫുൾ ആയിരിക്കുന്ന സമയത്ത് അവർ തന്നെയാണ് ചെയ്തുകൊണ്ടിരുന്നത്. എന്ന് മാത്രമല്ല, അവരിപ്പോൾ ഏതെങ്കിലുമൊക്കെ സ്റ്റേറ്റിൽ പവർഫുൾ ആയിട്ട് അവർ ഭരണത്തിലുണ്ടെന്നുണ്ടെങ്കിൽ ദേ ആർ ഡൂയിങ് ദ സെയിം തിങ് നൗ ഓൾസോ. അതിനൊരു എക്സാമ്പിൾ ആണ് തെലുങ്കാനയിൽ നടന്നുകൊണ്ടിരിക്കുന്നത്. തെലുങ്കാന എന്ന് പറയുന്ന സ്റ്റേറ്റ് ഭരിക്കുന്നത് രേവന്ത് റെഡ്ഡി എന്ന് പറയുന്ന കോൺഗ്രസ് ചീഫ് മിനിസ്റ്റർ ആണ്. രേവന്ത് റെഡ്ഡി അദ്ദേഹം തെലുങ്കാനയിലെ ഒപ്പോസിഷൻ പാർട്ടിയായ BRS എന്ന് പറയുന്ന പാർട്ടി എന്നുള്ള ആൾക്കാരെ പതുക്കെ ഡിഫക്ട് ചെയ്ത് കോൺഗ്രസിലേക്ക് കൊണ്ടുവരാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇപ്പൊ ഒരു MLA ഇങ്ങനെ BRSന്റെ ഡിഫക്ട് ചെയ്ത് ഇതിലേക്ക് വന്നു, കോൺഗ്രസിലേക്ക് വന്നു.
അപ്പൊ ഇത് പണ്ട് BRS എന്ന് പറഞ്ഞ പാർട്ടിയാണ് അവിടെ തെലങ്കാന ഭരിച്ചിരുന്നത്. അവരും അന്ന് അത് തന്നെയാണ് ചെയ്തിരുന്നത്. അവർ ഒരുപാട് MLA-മാരെ കോൺഗ്രസ്സുകാരെയും തെലുഗുദേശം പാർട്ടിക്കാരെയൊക്കെ ഇവരുടെ പാർട്ടിയിലേക്ക് BRS-ലേക്ക് ഡിഫക്ട് ചെയ്യിപ്പിച്ചിട്ടുണ്ട്. പക്ഷെ ഈ ഡിഫെക്ഷൻസ് അവോയ്ഡ് ചെയ്യാൻ വേണ്ടിയിട്ട് ഇന്ത്യയിൽ ഒരു നിയമം ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. 10th ഷെഡ്യൂൾ ഓഫ് ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ ആയിട്ടാണ് അത് വന്നത്. 10th ഷെഡ്യൂൾ ഓഫ് ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ ആയിട്ട് വന്നു. 1985 ആ 10th ഷെഡ്യൂൾ ഓഫ് ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ വരുന്നത്. അതിന് ആന്റി ഡിഫെക്ഷൻ ലോ എന്ന് പറയും. പക്ഷേ ഈ ആന്റി ഡിഫെക്ഷൻ ലോയെ വെള്ളം ചേർത്തു. പിന്നീട് 2003 ഒരു അമെന്റ്മെന്റ് കൊണ്ടുവരികയാണ്. ആ അമെന്റ്മെന്റ് വഴി ഒരു പാർട്ടിയിലെ 2/3 MLA-മാര് അല്ലെങ്കിൽ MP-മാര്, MLA MP അതെല്ലാവർക്കും ആപ്ലിക്കബിൾ ആണ്. 2/3 MLA-മാര് വേറൊരു പാർട്ടിയിലേക്ക് ഡിഫെക്ട് ചെയ്താൽ that won't attract any kind of anti-defection law, any provisions of anti-defection law. If I am a member of Congress and I am defecting to BJP, then the provision of anti-defection law can be applied against me. But at the same time, if I am going from Congress party to BJP with 2/3 members of the 2/3 elected members of Congress, then definitely I can escape the provisions of anti-defection law. അത് 2003 ഈ 85 വന്ന anti-defection law ഇങ്ങനെ ഒരു അമെന്റ്മെന്റ് വന്നത് 2003. അതോടുകൂടി തന്നെ ഈ എന്നിട്ട് ഞാൻ അത് വേറൊരു പാർട്ടിയുടെ മെർജ് ചെയ്യും വേണം. ഞാൻ ഡിഫെക്ട് ചെയ്താൽ മാത്രം പോരാ, 2/3 ആൾക്കാരെ കൊണ്ട് അതിൽ വേറൊരു പാർട്ടിയുടെ മെർജ് ചെയ്യും വേണം. അപ്പൊ തന്നെ ആന്റി-ഡിഫെക്ഷൻ ലോയുടെ ഒരു ശക്തി പോയി. രണ്ടാമതായിട്ട് ഈ ഡിഫെക്ഷൻസ് നടത്തുന്ന MLA ആയിക്കോട്ടെ MP ആയിക്കോട്ടെ, സ്റ്റേറ്റ് ലെവലിൽ MLA ആണ്, സെൻട്രൽ ലെവലിൽ MP ആണ്. ആ ഡിഫെക്ഷൻ നടത്തുന്ന MLA അല്ലെങ്കിൽ MP-യെ ഡിസ്ക്വാളിഫൈ ചെയ്യാനുള്ള പവർ ഉള്ളത് സ്പീക്കറിനാണ്. ഡിസ്ക്വാളിഫൈ ചെയ്യാനുള്ള പവർ ഉള്ള ആർക്കാണ്? സ്പീക്കറിന്. ഈ സ്പീക്കർ എപ്പോഴും പാർട്ടിസാൻ ആയിരിക്കും. സ്പീക്കർ ഷുഡ് ബി ഇംപാർഷ്യൽ, ബട്ട് ഓൾവേസ് ഓൾ ദ സ്പീക്കേഴ്സ് ഇൻ ഇന്ത്യ ഇറസ്പെക്റ്റീവ് ഓഫ് സ്റ്റേറ്റ് ഓർ സെന്റർ, they will be the obedient servants of or slaves of their political masters. അത് കേരളം എടുത്താലും ഇന്ത്യ എടുത്താലും ഇത് തന്നെ അവസ്ഥ. അപ്പം നോൺ പാർട്ടിസാൻ മോഡൽ ആക്ട് ചെയ്യേണ്ട സ്പീക്കർ എപ്പോഴും പാർട്ടിസാൻ ആയിരിക്കും. അപ്പൊ ഇവരാണ് ഡിസ്ക്വാളിഫിക്കേഷനിൽ ഡിസിഷൻ എടുക്കേണ്ടത്. ഒരാള് ഒരു പാർട്ടിയിൽ നിന്ന് വേറൊരു പാർട്ടിയിലേക്ക് ഡിഫെക്ട് ചെയ്താൽ. But in anti-defection law, there is no time frame to take a decision by speaker regarding the disqualification of that defected MLA or MP. അവിടെ ഒരു ടൈം ഫ്രെയിം ഇല്ല. ടൈം ഫ്രെയിം ഇല്ല എന്നുള്ളൊരു സൗകര്യം മുതലെടുത്ത് ഈ സ്പീക്കർമാര് ഒരിക്കലും ഡിസിഷൻ എടുക്കൂല ഡിസ്ക്വാളിഫിക്കേഷന്റെ. മനസ്സിലായോ? യഥാർത്ഥ ഡിസ്ക്വാളിഫിക്കേഷന്റെ ഡിസിഷൻ ഇമ്മീഡിയറ്റ് ആയിട്ട് എടുക്കേണ്ടത് അവരെടുക്കൂല. പിന്നെ വല്ല കോടതി ഇടപെട്ടാലായിരിക്കും എടുക്കുന്നത്. ഇതൊക്കെ കൊണ്ട് ആന്റി-ഡിഫെക്ഷൻ ലോ ഓൾമോസ്റ്റ് ഇൻഎഫക്റ്റീവായി മാറി. അതാണ് ഈ എഡിറ്റോറിയലിലെ ഒരു കാതൽ എന്ന് പറയുന്നത്. ആന്റി-ഡിഫെക്ഷൻ ലോ എന്ന് പറയുന്ന ഒരു സംഭവം ഉണ്ടാക്കി വെച്ച 85-ൽ, പക്ഷെ 2003 ഒരു അമെന്റ്മെന്റ് കൊണ്ടുവരുന്നു. അതോടുകൂടി തന്നെ അത് ഇതായി. ഒപ്പം തന്നെ ഇതിൽ ഡിസ്ക്വാളിഫിക്കേഷൻ ചെയ്യേണ്ട കേസാണെങ്കിൽ അതിൽ ഡിസിഷൻ എടുക്കേണ്ടത് സ്പീക്കറാണ്. സ്പീക്കർ അതിൽ അങ്ങനെ ഡിസിഷൻ എടുക്കാനുള്ള ടൈം ഫ്രെയിം നമ്മളുടെ ലോക്കകത്തില്ല. അതുകൊണ്ട് അവർക്ക് തോന്നിയ പോലെ ചെയ്യാം. പിന്നെ ഇതിൽ ഈ തെലങ്കാനയിലെ പർട്ടിക്കുലർ MLA പേര്, അയാൾ എങ്ങനെയാണ് ഈ ഡിഫെക്ട് ചെയ്തത്, അതിന്റെ കാര്യം പറഞ്ഞുകൊണ്ട് രേവന്ത് റെഡ്ഡി ഒരു നൊട്ടോറിയസ് ആണ് ഇത്തരത്തിലുള്ള ഡിഫെക്ഷൻസ് എഞ്ചിനീയർ ചെയ്യുന്നതിൽ. അദ്ദേഹം കോൺഗ്രസിലേക്ക് വന്നിട്ട് വളരെ കുറച്ച് കാലമേ ഉള്ളൂ. ഹി വാസ് എ ഫോമർ മെമ്പർ ഓഫ് TDP, തെലുഗുദേശം പാർട്ടി. അപ്പൊ തെലുഗുദേശം പാർട്ടിയുടെ ഭാഗമായിട്ടിരിക്കുന്ന സമയത്ത് 2015 ഒരാൾക്ക് കാശ് കൊടുത്ത് ഡിഫെക്ട് ചെയ്യിപ്പിച്ചിട്ട് ഒരു കേസൊക്കെ അദ്ദേഹത്തിന് അഗേൻസ്റ്റ് ആയിട്ടുണ്ട്. പൈസ കൊടുത്ത്, അതൊരു കറപ്ഷനാണ്. അപ്പം ആ കാര്യങ്ങളൊക്കെ ഇവിടെ പറയുന്നുണ്ട്. അപ്പൊ എന്തായാലും സെൻട്രൽ ഗവൺമെന്റിൽ ഇതൊക്കെ തന്നെയാണ് നടക്കുന്നത്. അതെല്ലാം ഇവിടെ പറയുന്നുണ്ട്. അതിൽ പറയുന്നത് ഇനി ഈ ആന്റി-ഡിഫെക്ഷൻ ലോ കൂടുതൽ സ്ട്രോങ് ആക്കാൻ വേണ്ടി, ഇപ്പൊ ഒരു സ്ട്രോങ് അല്ലെന്ന് മനസ്സിലായില്ല, അതുകൊണ്ടാണല്ലോ അങ്ങോട്ടും ഇങ്ങോട്ടും ചാടി കളിക്കുന്നത് എല്ലാവരും. സ്ട്രോങ് ആക്കാൻ വേണ്ടി അമെന്റ്മെന്റ് കൊണ്ടുവരണം എന്ന് പറഞ്ഞത്. ആര് കൊണ്ടുവരും അമെന്റ്മെന്റ്? കേന്ദ്രം ഭരിക്കുന്ന BJP ആണ് അമെന്റ്മെന്റ് കൊണ്ടുവരേണ്ടത്. അവരാണ് ഇതിലെ ഡിഫെക്ഷൻസിൽ ഏറ്റവും കൂടുതൽ പെർഫെക്റ്റ് ചെയ്തിരിക്കുന്നത്. അപ്പം അവര് അമെന്റ്മെന്റ് കൊണ്ടുവരുമോ? ഈ പറഞ്ഞ ഒപ്പോസിഷൻ പാർട്ടീസും അവരവരുടെ സ്റ്റേറ്റുകളിൽ ചെയ്യുന്നുണ്ട്. അപ്പൊ അവർക്ക് അമെന്റ്മെന്റ് കൊണ്ടുവരുന്നത് ഒരു തടസ്സം ആയിരിക്കും. അപ്പൊ പൊളിറ്റിക്കൽ ക്ലാസ്സിന് ഒരു ഫേവറബിൾ അല്ലാത്ത ഒരു അമെന്റ്മെന്റ് അവർ കൊണ്ടുവരില്ല. ഓക്കെ, ഇതാണ് ഇന്ന് രണ്ടാമത്തെ എഡിറ്റോറിയൽ. ഈ 2 എഡിറ്റോറിയലും കോൺസ്റ്റിറ്റ്യൂഷനായിട്ട് ബന്ധപ്പെട്ട അല്ലെങ്കിൽ പൊളിറ്റിയായിട്ട് ബന്ധപ്പെട്ട എഡിറ്റോറിയൽസ് ആണ്. ഇനി മൂന്നാമതൊരു ആർട്ടിക്കിള്, ഒപ്പോസിഷൻസ് ലാർജർ ഡെമോഗ്രഫി, യെല്ലോ പീസ് ബിഗ് റെസ്പോൺസിബിലിറ്റി എന്ന് പറഞ്ഞൊരു ആർട്ടിക്കിൾ ഉണ്ട്. PDT ആചാരി എന്ന് പറഞ്ഞ സെക്രട്ടറി, ലോക്സഭയിലെ പഴയ സെക്രട്ടറി ജനറൽ എഴുതിയതാണ്. ഇതിന്റെ കണ്ടന്റ് ഞാൻ പറഞ്ഞുതരാം. അത് ഡീറ്റെയിൽ ആയിട്ട് ഞാൻ പോകുന്നില്ല, കാര്യം ഇത് വായിച്ചാൽ മനസ്സിലാവുന്ന ഒരു ആർട്ടിക്കിൾ ആണ്. അല്ലെങ്കിൽ ഞാൻ ഇപ്പൊ പറഞ്ഞ 2 ആർട്ടിക്കിൾസ് പൊളിറ്റിയായിട്ട് ബന്ധപ്പെട്ടതായതുകൊണ്ട് കൂടുതൽ ഇതായിട്ട് ഞാൻ പോകുന്നില്ല. ഇതിൽ പറയുന്നത് നമ്മളെ ഒപ്പോസിഷന്റെ സ്ട്രെങ്ത് ഇപ്പോഴത്തെ 18th ലോക്സഭയിൽ ഭയങ്കരമായിട്ട് കൂടി. അതുകൊണ്ട് തന്നെ അവിടെ ഒരു
ലീഡർ ഓഫ് ഒപ്പോസിഷൻ ഉണ്ടാവുന്നു, ലീഡർ ഓഫ് ഒപ്പോസിഷൻ പാർട്ടീസ് ഉണ്ടാവുന്നു, LOP ഉണ്ടാവുന്നു. During the last 10 years, there was no LOP, leader of opposition party. എന്താണ് കാര്യം എന്ന് വെച്ചാൽ, ഞാൻ നിങ്ങളുടെ ഇന്നലെ പറഞ്ഞു, to get leader of opposition party status, the main opposition party should get minimum of 10% of the total number of seats in the Lok Sabha. So Lok Sabha total number of seats 540 ആയതുകൊണ്ട് 54 seats വിൻ ചെയ്യണമായിരുന്നു. പക്ഷേ 52 കോൺഗ്രസ് കഴിഞ്ഞോടെ വിൻ ചെയ്തോളൂ, അതുകൊണ്ട് അവർക്ക് കിട്ടിയില്ല. പക്ഷേ ഇപ്രാവശ്യം അവർക്ക് 99 ഉണ്ട്, ഇപ്രാവശ്യം കിട്ടി. അപ്പൊ ഇത് എങ്ങനെയാണ് ആ 10% എന്ന് പറയുന്നൊരു ഫോമിലേക്ക് അറൈവ് ചെയ്യപ്പെട്ടതെന്നും ഒരു സ്റ്റാറ്റ്യൂട്ടറി പൊസിഷനായിട്ട് LOP എന്ന് പറയുന്ന ഒരു പദവി 1977 വരുന്നതിനെ കുറിച്ചും ഒക്കെ ഇതിൻ്റെ അകത്ത് ആദ്യം പറയുന്നുണ്ട്. അതിന്റെ ഡീറ്റെയിൽസ് കൂടുതലായിട്ട് വേണമെങ്കിൽ നിങ്ങൾ ആദ്യത്തെ 2 പാരഗ്രാഫ് വായിച്ചു നോക്കുക. ഓക്കെ, ഞാൻ ആ ഡീറ്റെയിൽസിലേക്ക് പോകുന്നില്ല. ഇനി ഇന്ത്യയിൽ നമ്മൾ ഫോളോ ചെയ്യുന്നത് പാർലമെന്ററി സിസ്റ്റം ഓഫ് ഡെമോക്രസി, അല്ലെങ്കിൽ പാർലമെന്ററി ഫോം ഓഫ് ഡെമോക്രസി എന്ന് പറയുന്ന ഐഡിയ നമ്മൾ ബോറോ ചെയ്തിരിക്കുന്ന ബ്രിട്ടീഷ് സിസ്റ്റത്തിൽ നിന്നാണ്. അതിനെ വെസ്റ്റ്മിനിസ്റ്റർ സിസ്റ്റം എന്ന് പറയും. ആ വെസ്റ്റ്മിനിസ്റ്റർ സിസ്റ്റത്തില് ഒപ്പോസിഷൻ ലീഡർ എന്ന് പറഞ്ഞാൽ ഭയങ്കര പവർഫുൾ ആണ്. പ്രൈം മിനിസ്റ്റർ ഇൻ വെയിറ്റിംഗ് എന്നാണ് ഒപ്പോസിഷൻ ലീഡറിനെ അവിടെ പറയുന്നത്. അദ്ദേഹത്തിന് അതുകൊണ്ട് തന്നെ ഷാഡോ ക്യാബിനറ്റ് ഒക്കെ കാണും. ഷാഡോ ക്യാബിനറ്റ് എന്ന് പറഞ്ഞാൽ യഥാർത്ഥ ഇപ്പൊ ഇവിടുത്തെ ഇന്ത്യയിലെ അവസ്ഥയാണെങ്കിൽ ഇന്ത്യയിൽ മോഡി ക്യാബിനറ്റ് ഉണ്ട്. മോഡി പ്രൈം മിനിസ്റ്റർ, രാഹുൽ ഗാന്ധി പ്രൈം മിനിസ്റ്റർ വെയിറ്റിംഗ് ആയിരിക്കും. അദ്ദേഹത്തിനെ കളിയാക്കി സോഷ്യൽ മീഡിയയിലൊക്കെ അങ്ങനെ പറയാറുണ്ട്. അതുപോലെ അല്ല, യഥാർത്ഥത്തിൽ വെസ്റ്റ്മിനിസ്റ്റർ സിസ്റ്റത്തിൽ അങ്ങനെ ആണ്, ആ ഒരു കോൺസെപ്റ്റ് ആണ്. പക്ഷെ നമ്മൾ ഇന്ത്യയിൽ അങ്ങനെയല്ല, അവിടുത്തെ സിസ്റ്റമാണ് അദ്ദേഹം പറയുന്നത്. കാര്യം അവിടത്തെയാണ് നമ്മൾ കടം കൊണ്ടത്. പക്ഷെ അത് എക്സാക്ട്ലി എല്ലാ കാര്യത്തിലും നമ്മൾ അതുപോലെ ചെയ്തിട്ടില്ല. അതിനെക്കുറിച്ച് ഇവിടെ പറയുന്നത്. എന്നിട്ട് ഒരു ഷാഡോ ക്യാബിനറ്റ് ഫോം ചെയ്യും, നമ്മൾ യഥാർത്ഥ ക്യാബിനറ്റ് പോലെ. എന്നിട്ട് അവരുടെ ഓരോ ആക്ഷൻസും അവർ നിരീക്ഷിച്ചുകൊണ്ടിരുന്നിട്ട് അവിടുത്തെ തെറ്റുകൾ കണ്ടെത്തി അവർ അവതരിപ്പിക്കും. അതാണ് അവിടുത്തെ ഒരു സിസ്റ്റം. അപ്പൊ ഒപ്പോസിഷൻ ലീഡറിന് അത്രയും വലിയ പവേഴ്സ് ആണ് അവിടെ ഉള്ളത്. പക്ഷെ ഇവിടെ ഇന്ത്യയിൽ ഒപ്പോസിഷൻ ലീഡർ ഒരു കോൺസ്റ്റിറ്റ്യൂഷണൽ പദവി അല്ലെങ്കിൽ ഒരു സ്റ്റാറ്റ്യൂട്ടറി പദവിയായിട്ട് അവിടെ 1977 തൊട്ട് ഒപ്പോസിഷൻ ലീഡർ സ്റ്റാറ്റസ് ഉണ്ടെങ്കിലും ഇതുപോലെ ഒരു എന്താ പറയുന്ന ഒരു ഈ വെസ്റ്റ്മിനിസ്റ്റർ സിസ്റ്റത്തിലെ പോലെ ഒരു രീതിയിലല്ല നമ്മൾ ഇപ്പം ഇന്ന പവേഴ്സ് ആണ് ഒപ്പോസിഷൻ ലീഡറിന് ഉള്ളതെന്ന് എവിടെ എഴുതി വെച്ചിട്ടില്ല. പക്ഷെ ഇവിടെ ഒപ്പോസിഷൻ ലീഡർ ചെയ്തുകൊണ്ടിരിക്കുന്നത് എന്താണെന്ന് വെച്ചാൽ എപ്പോഴും ഒരു യൂണിഫൈയിങ് ലീഡറായിട്ട്, അതായത് ഈ റൂളിംഗ് പാർട്ടിയുടെ ലീഡറിന് കാര്യങ്ങൾ എളുപ്പമാണ്. കാര്യം there is something to attract other parties, that is power. പവർ എന്ന് പറയുന്ന സംഭവമുണ്ട്. അവർക്ക് അത് മാത്രം മതിയെ ഒരു യൂണിഫൈങ് ഫോഴ്സ് ആയിട്ട് ടു കീപ് ഓൾ ദ ഫ്ലോക്സ് ടുഗദർ. പക്ഷേ ഒപ്പോസിഷൻ അതില്ലല്ലോ. അപ്പൊ അവർക്ക് ആകെ ഉള്ളൊരു ഗ്ലൂ ടു സ്റ്റിച്ച് ടുഗദർ ആൻ അലയൻസ് ഓർ ടു കീപ് ദ ഫ്ലോക്സ് ടുഗദർ ഈസ് ദ എന്താ പറയുന്ന ഈസ് ദ ഒപ്പോസിഷൻ അഗെയിൻസ്റ്റ് ദ ഗവൺമെന്റിന് അഗെയിൻസ്റ്റ് ആയിട്ടുള്ള ഒരു ഒപ്പോസിഷൻ മാത്രമാണ് അവരെ കൂട്ടിയടക്കുന്ന ഘടകം. അതല്ലേ ഇന്ത്യ എന്ന് പറയുന്ന മുന്നണിയെ കൂട്ടിയടക്കുന്നത്, മോഡിക്കെതിരെയുള്ള വിരോധം അല്ലെങ്കിൽ BJP റൂളിനെതിരെയുള്ള വിരോധം, അത് മാത്രമേ അവരുടെ കയ്യിൽ. അപ്പൊ ഒരു വളരെ കമാൻഡിങ് ആയിട്ടുള്ള ഒരു ലീഡർഷിപ്പ് ഉണ്ടെങ്കിൽ മാത്രമേ ഒപ്പോസിഷൻ ലീഡറിന് മുമ്പോട്ട് അല്ലെങ്കിൽ ഒപ്പോസിഷൻ പാർട്ടീസിനെ കൂട്ടിയിണക്കി മുമ്പോട്ട് കൊണ്ടുവരാൻ ഒപ്പോസിഷൻ ലീഡർ പറ്റുള്ളൂ. സോ രാഹുൽ ഗാന്ധിയുടെ റെസ്പോൺസിബിലിറ്റി ഭയങ്കര എനോർമസ് ആണ്. അദ്ദേഹം അതിൽ എങ്ങനെ പെർഫോം ചെയ്യുന്നു എന്നുള്ള കാര്യമൊക്കെ ഇനി നമുക്ക് കണ്ടറിയാം. പിന്നെ അങ്ങോട്ട് പറയുന്നതൊക്കെ ഈ വെസ്റ്റ്മിനിസ്റ്റർ സിസ്റ്റത്തിന്റെ കാര്യങ്ങൾ ഞാൻ പറഞ്ഞു. പിന്നെ ഈ ഇവിടുത്തെ ഒപ്പോസിഷൻ ലീഡർ ഈ വർഷം നേരിടാൻ പോകുന്ന ചാലഞ്ചസിനെ കുറിച്ച് അതൊക്കെ പറയുന്നത്. അല്ല പിന്നെ അതൊക്കെ ഒരു ജനറലൈസ്ഡ് ആയിട്ടുള്ള കാര്യങ്ങളാണ്, അതിൽ വേറെ ഒന്നും പറയാനില്ല. ഓക്കെ, അപ്പൊ എന്തായാലും ജസ്റ്റ് ഒന്ന് അറിഞ്ഞു വെച്ചേക്കാം. ഇനി നെക്സ്റ്റ് പേജിലേക്ക് പോകുമ്പോൾ ഇറ്റ് ഈസ് ടൈം ഫോർ ഇന്ത്യ ടു റീക്ലെയിം ഇറ്റ്സ് വോയിസ് ഓൺ ടിബറ്റ് എന്ന് പറയുന്ന ആർട്ടിക്കിൾ കാണാം. ഇറ്റ്സ് ടൈം ഫോർ ഇന്ത്യ ടു റീക്ലെയിം ഇറ്റ്സ് വോയിസ് ഓൺ ടിബറ്റ് എന്ന് പറയുന്ന സംഗതി. അത് എന്താണെന്ന് ഞാൻ ജസ്റ്റ് ഒന്ന് ഓടിച്ച് പറഞ്ഞേക്കാം. ഇത് ഇന്റർനാഷണൽ റിലേഷനുമായിട്ട് ബന്ധപ്പെട്ട ഒരു സംഗതിയാണ്. പ്രത്യേകിച്ച് ഇന്ത്യയെ ബാധിക്കുന്ന ചില വിഷയങ്ങൾ അതാണ് അടുത്ത് ഡിസ്കസ് ചെയ്തേക്കുന്ന. അത് ടിബറ്റ് വിഷയത്തിനെ കുറിച്ചാണ്. ടിബറ്റ് എന്ന് പറയുന്ന സംഭവം ആക്ച്വലി ചൈനയുടെ ഭാഗമാണെന്ന് 1954 തന്നെ ഇന്ത്യ അക്സെപ്റ്റ് ചെയ്തിട്ടുള്ള കാര്യമാണ്. 1951 കൂടി ഈ പീപ്പിൾസ് റിപ്പബ്ലിക് ഓഫ് ചൈന എന്ന് പറയുന്ന സംഭവം ഉണ്ടാവുന്നത് 1949 1949 ഇന്നത്തെ കമ്മ്യൂണിസ്റ്റ് ചൈന മാവോയുടെ നേതൃത്വത്തിൽ ഉണ്ടാവുന്നത്. അപ്പൊ അന്നേ അവരുടെ ലക്ഷ്യമാണ് തൈവാൻ അവരോട് കൂട്ടിച്ചേർക്കുക, ടിബറ്റിനെ അവരോട് കൂട്ടിച്ചേർക്കുക, അങ്ങനെയുള്ള കുറെ ലക്ഷ്യങ്ങൾ. ഹോങ്കോങ്ങിനെ അപ്പോഴും ബ്രിട്ടന്റെ കയ്യിലായിരുന്നു. ഹോങ്കോങ് പിന്നെ അവരുടെ കയ്യിലേക്ക് 1997 വരുന്നു. തൈവാൻ ഇന്നും അവർക്ക് കൂട്ടിച്ചേർക്കാൻ പറ്റിയിട്ടില്ല. ടിബറ്റിനെ പക്ഷേ അവർ 1951 കൂടി ചൈനയുടെ ഏതാണ്ട് യൂണിഫൈ ചെയ്തതുപോലെ തന്നെയാണ്. പക്ഷെ ടിബറ്റ് ഈസ് എ ബുദ്ധിസ്റ്റ് റീജിയൻ. They have a spiritual leader and his name is Dalai Lama.
അവിടെ പക്ഷേ ഈ അവരുടെ സ്പിരിച്വൽ ആക്ടിവിറ്റീസിനൊക്കെ കർബ് ചെയ്തുകൊണ്ട് ചൈനീസ് കമ്മ്യൂണിസ്റ്റ് അവിടെ അടിച്ചേൽപ്പിക്കാൻ ശ്രമിച്ചപ്പോൾ സ്വാഭാവികമായിട്ടും there was an uprising against the Chinese dominance there. By 1958 it reached a flash point. അവിടെ വലിയ റിവോൾട്ട് ഉണ്ടാവുകയാണ്. 59-ല് ദലൈലാമയെ അവിടെ നിന്നാല് ചൈനക്കാർ പിടിച്ച് കില്ല് ചെയ്യുമെന്ന് പേടിച്ചിട്ട് ദലൈലാമ ഇന്ത്യയിലേക്ക് മൈഗ്രേറ്റ് ചെയ്യുകയാണ്. അദ്ദേഹത്തിന് പൊളിറ്റിക്കൽ അസൈലം കൊടുക്കുകയാണ് അന്നത്തെ ജവഹർലാൽ നെഹ്റു, അന്നത്തെ പ്രൈം മിനിസ്റ്റർ. ധർമ്മശാല കേന്ദ്രമാക്കി അദ്ദേഹം ടിബറ്റിന്റെ എക്സൈലില്, അതായത് ലോകത്തിന്റെ പല ഭാഗങ്ങളായിട്ട് ജീവിക്കുന്ന എക്സൈൽഡ് ആയിട്ടുള്ള ടിബറ്റൻസിന്റെ ഗവൺമെന്റും സ്റ്റാർട്ട് ചെയ്യാണ് ദലൈലാമ അതിന്റെ ലീഡർഷിപ്പിൽ. മനസ്സിലായി? അപ്പൊ അവരുടെ ടിബറ്റൻ ഗവൺമെന്റ് ഇൻ എക്സൈൽ ആണ് ഇപ്പോൾ ഹിമാചൽ പ്രദേശിലെ ധർമ്മശാല കേന്ദ്രമാക്കി പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പൊ ഇപ്പൊ ഈ ഒരു ആർട്ടിക്കിൾ വരാൻ കാരണം ഇന്ത്യ വൺ ചൈന പോളിസി അക്സെപ്റ്റ് ചെയ്യുന്നുണ്ട്. വൺ ചൈന പോളിസിയുടെ ഭാഗമായിട്ടാണ് ഈ ടിബറ്റ് യഥാർത്ഥ ചൈനയുടെ ഭാഗമാണെന്നാണ് പറയുന്നത്, അതുപോലെ തൈവാനും ഒക്കെ വരുന്നത്. പക്ഷെ അക്സെപ്റ്റ് ചെയ്യുമ്പോഴും 2010 തൊട്ട് ഇന്ത്യയുടെ സ്റ്റാൻഡുകളിൽ ചെറിയ ചെറിയ ചേഞ്ച് ഉണ്ടാവുന്നുണ്ട്. കാരണം 2020 തന്നെ നമുക്കറിയാം ഗാൽവൻ എന്ന് പറയുന്ന നമ്മളുടെ ലഡാക്ക് മേഖലയിൽ ഗാൽവനിൽ വലിയ വിഷയങ്ങൾ ഉണ്ടാകുകയും ഇന്ത്യയുടെയും ചൈനയുടെയും പട്ടാളക്കാർ പരസ്പരം ഏറ്റുമുട്ടുകയും കൊല്ലപ്പെടുകയൊക്കെ ചെയ്യുന്നു. എന്നിട്ട് ഇപ്പോഴും ചൈനയുടെ കുറെ പട്ടാളക്കാർ ഇന്ത്യൻ ടെറിട്ടറിയിൽ നിന്ന് നമ്മൾ പറയുന്ന പ്രദേശങ്ങളിൽ ഒക്യുപ്പൈ ചെയ്ത് നിൽക്കുകയാണ്. അവിടെ നിന്ന് കാര്യത്തിൽ ഡീഎസ്കലേഷൻ ഉണ്ടായിട്ടില്ല. ഒപ്പം ഇന്ത്യയുടെ അരുണാചൽ പ്രദേശ് ചൈനയുടെ ഭാഗമാണെന്ന് വാദിച്ചുകൊണ്ട് അരുണാചൽ പ്രദേശ് എന്ന് പറയുന്ന സ്റ്റേറ്റിനെയും അതുമായിട്ട് ബന്ധപ്പെട്ട പ്രദേശങ്ങളെയും അവർ റീനെയിം ചെയ്യുന്നു, ചൈനീസ് നെയിമുകൾ കൊടുക്കുന്നു. അപ്പൊ അതുകൊണ്ട് തന്നെ ഇന്ത്യ പതുക്കെ ചൈനയ്ക്ക് ഒരു കൗണ്ടർ മെസ്സേജ് കൊടുക്കാൻ ആഗ്രഹിക്കുന്നതുകൊണ്ട് തന്നെ തൈവാനുമായിട്ടുള്ള റിലേഷൻഷിപ്പ് ഇന്ത്യ സ്ട്രോങ് ആയിക്കൊണ്ടിരിക്കുകയാണ്. അത് ചൈനയ്ക്ക് ഇഷ്ടപ്പെടാറില്ല, അവർ പലപ്പോഴും വിളിച്ചു പറയാറുമുണ്ട്. ഇപ്പം ടിബറ്റൻ വിഷയത്തിലും ഇന്ത്യ നിലപാടൊന്നും മാറ്റിയിട്ടില്ല. ഇന്ത്യ ഇത് എന്ത് ചെയ്യുന്ന വെച്ചാൽ ടിബറ്റ് കോസിന് ഏറ്റവും വലിയ സപ്പോർട്ട് കൊടുക്കുന്ന വേറൊരു രാജ്യം അമേരിക്കയാണ്. അമേരിക്കൻ പാർലമെന്റിൽ പ്രൊമോട്ടിംഗ് എ റെസൊല്യൂഷൻ ടു ദ ടിബറ്റ് ചൈന ഡിസ്പ്യൂട്ട് ആക്ട് എന്ന് പറഞ്ഞ ആക്ട് ഇപ്പൊ പാസ്സാക്കി. പ്രൊമോട്ടിംഗ് എ റെസൊല്യൂഷൻ ടു ടിബറ്റ് ചൈന ഡിസ്പ്യൂട്ട് ആക്ട്. ആ ആക്ട് പാസ്സാക്കിയിട്ട് ഇത് പാസ്സാക്കാൻ സഹായിച്ച അവിടുത്തെ കോൺഗ്രസ് മെമ്പേഴ്സ് ഇന്ത്യയിലേക്ക് വന്നു, ദലൈലാമയെ മീറ്റ് ചെയ്തു, എന്നിട്ട് അവർക്ക് വേണ്ട എല്ലാ പിന്തുണയും പ്രഖ്യാപിച്ചു. അതിനുശേഷം അവർ വന്ന് ഇന്ത്യയുടെ പ്രൈം മിനിസ്റ്ററിനെയും ഇന്ത്യയുടെ എക്സ്റ്റേണൽ അഫയേഴ്സ് മിനിസ്റ്റർ ജയശങ്കറിനെയും കാണുകയാണ്. ഇത് ചൈനയ്ക്ക് ഇന്ത്യ കൊടുത്ത ഒരു മെസ്സേജ് ആണ് എന്നാണ് പറയുന്നത്. പക്ഷേ അതിൻ്റെ ഒരു പ്രോബ്ലം ആയിട്ട് ഈ ആർട്ടിക്കിളിൽ പറയുന്നത്, അങ്ങനെ ഒരു മെസ്സേജ് കൊടുക്കണമെന്നുണ്ടെങ്കിൽ ഇന്ത്യ ഷുഡ് ആക്ട് ഇറ്റ്സ് ഓൺ, അല്ലാതെ അമേരിക്കയിൽ കൂടി അത് ആക്ട് ചെയ്യേണ്ട ആവശ്യമില്ല. കാരണം അമേരിക്ക ഇങ്ങനെ ചെയ്തപ്പോൾ ഇതിന്റെ തിരിച്ച് ചൈന അതിന്റെ ഒരു റിപ്ലൈ കൊടുത്തത് അമേരിക്കയ്ക്കാ, അല്ലാതെ ഇന്ത്യക്കല്ല. അപ്പൊ ഇതുപോലുള്ള റൈവലറീസ് ഇപ്പൊ മാലദ്വീപ്സ് അല്ലെങ്കിൽ ശ്രീലങ്ക അല്ലെങ്കിൽ അതുപോലുള്ള ഇന്ത്യക്ക് ചുറ്റിലുള്ള ഇന്ത്യയുടെ പ്രോബ്ലമാറ്റിക് ആയിട്ടുള്ള നെയ്ബേഴ്സുമായിട്ട് ഉള്ള പല സ്ഥലങ്ങളിലും ഇന്ത്യ എന്ന് പറഞ്ഞ രാജ്യം ആ ഒരു നറേറ്റീവില് എഡ്ജ് ഔട്ട് ചെയ്യപ്പെടുന്നുണ്ട്. ഒന്നുകിൽ ചൈന അവിടെ ഡോമിനേറ്റ് ചെയ്യുന്നു, അല്ലെങ്കിൽ ചൈനയും US തമ്മിലുള്ള ഡിസ്പ്യൂട്ടിൽ ഇന്ത്യയുടെ ഒരു പൊസിഷൻ അല്ലെങ്കിൽ ഇന്ത്യയുടെ ഒരു വോയിസ് കേൾക്കാതെ പോകുന്നു. അതിന് സമാനമായിട്ടുള്ള അവസ്ഥയിലേക്ക് വലിയൊരു സ്റ്റേക്ക് ഹോൾഡറായ ഇന്ത്യക്ക് ഈ ടിബറ്റിന്റെ കാര്യത്തിൽ സംഭവിക്കും. ടിബറ്റിന്റെ കാര്യത്തിൽ വലിയൊരു സ്റ്റേക്ക് ഹോൾഡറാണ് ഇന്ത്യ. അപ്പം ത്രൂ ചൈന അല്ലെ ത്രൂ US കോൺഗ്രസിലെ മെമ്പേഴ്സ് വഴി അല്ല നമ്മളുടെ വോയിസ് കേൾപ്പിക്കേണ്ടത്. അവരെ ഇന്ത്യയിൽ വരാൻ അനുവദിക്കുകയും ടിബറ്റൻ വിഷയത്തിൽ അവരെ ഇടപെടാൻ അനുവദിക്കുകയും അവരെ ഇന്ത്യൻ സോയിലിൽ വെച്ച് അവരെ സ്റ്റേറ്റ്മെന്റുകൾ നടത്താൻ അനുവദിക്കുകയും അങ്ങനെ ഒരു മെസ്സേജ് ചൈനയിലേക്ക് ഇന്ത്യ ത്രൂ അമേരിക്ക പാസ് ചെയ്യാൻ ശ്രമിക്കുകയല്ല ചെയ്യേണ്ടത്. മനസ്സിലായോ? അപ്പം അതിനെ കുറിച്ചാണ് ഈ ആർട്ടിക്കിളിൽ പറയുന്നത്. അപ്പൊ അതാണ് ഇതിന്റെ ഒരു കണ്ടന്റ്, നിങ്ങൾ വായിച്ചു നോക്കുക. പിന്നെ താഴോട്ട് വരുമ്പം അൽക്കാരസ് ദ യങ്ങസ്റ്റ് മെയിൽ ടെന്നീസ് പ്ലെയർ ടു മാസ്റ്റർ ഓൾ 3 കോർട്സ് എന്നൊരു ഇതാണ്. ഇത് വേറെ ഒന്നും അല്ല, അതൊരു സ്പോർട്സ് റിലേറ്റഡ് ആയിട്ട് ആർട്ടിക്കിളാണ്. ഞാൻ ഡീറ്റെയിൽ ആയിട്ട് പോകുന്നില്ല, ജസ്റ്റ് ഒരു കാര്യം അറിഞ്ഞിരിക്കുക. എല്ലാ കോർട്ടിലും ഉള്ള ഗ്രാൻഡ് സ്ലാംസ് വിൻ ചെയ്ത ലോകത്തിലെ ഏറ്റവും പ്രായം കുറഞ്ഞ ടെന്നീസ് പ്ലെയർ ആയിട്ട് കാർലോസ് അൽക്കാരസ് മാറി. കാർലോസ് അൽക്കാരസ്, ഹീസ് എ സ്പാനിയാർഡ്, ഹീസ് ഫ്രം ദ ലാൻഡ് ഓഫ് റാഫേൽ നദാൽ. കാർലോസ് അൽക്കാരസ്, ഹി വൺ ദ ഫ്രഞ്ച് ഓപ്പൺ. എനിക്ക് തോന്നുന്നു അത് US ഓപ്പണും വിൻ ചെയ്തു, വിംബിൾഡൺ കിട്ടിയിരുന്നു തോന്നുന്നു, ഓസ്ട്രേലിയൻ ഓപ്പണും വിൻ ചെയ്തിട്ടുണ്ട്. അങ്ങനെ 3 ടൈറ്റിൽസും വിൻ ചെയ്തു. ഇനിയിപ്പം വിംബിൾഡൺ വരിക, അപ്പൊ അദ്ദേഹത്തിന് ഒരു ഓപ്പർച്യൂണിറ്റിയാണ് വിംബിൾഡൺ വിൻ ചെയ്യാൻ. അപ്പൊ ഇത് 3 വിൻ ചെയ്തിട്ടുള്ളെങ്കിലും ഇത് 3 ഡിഫറെന്റ് സർഫസസിലായിട്ട് അയാൾ വിൻ ചെയ്തു. അപ്പോൾ ഹാർഡ് കോർട്ട്, ഗ്രാസ് കോർട്ട്, അതുപോലെ ക്ലേ കോർട്ട്, അതിനെ കുറിച്ചാണ് ആർട്ടിക്കിൾ പറയുന്നത്. അപ്പൊ ജസ്റ്റ് ഒന്ന് അറിഞ്ഞിരിക്കുക.
അടുത്ത ജനറേഷനിലെ ഏറ്റവും വലിയ പ്ലെയർ ആയിട്ടാണ് പൊതുവെ കാർലോസ് അൽക്കാരസിനെ എല്ലാവരും കാണുന്നത്. ഹീസ് ദ യങ്ങസ്റ്റ് മെയിൽ ടെന്നീസ് പ്ലെയർ ടു വിൻ എ ഗ്രാൻഡ് സ്ലാം ടൈറ്റിൽ ഓൺ ഓൾ 3 types ഓഫ് കോർട്സ്. ടെന്നീസിൽ 3 ടൈപ്പ് കോർട്ടുകളാണുള്ളത്, ഹാർഡ്, ഗ്രാസ് ആൻഡ് ക്ലേ. ഓക്കെ, അതിൽ വേറൊന്നും പറയാനില്ല. അതിനടുത്ത പേജിൽ പോകുമ്പോൾ ഞാൻ ഡിസ്കസ് ചെയ്യാൻ ഇവിടെ ഡൽഹിയിലെ വാട്ടർ ക്രൈസിസിനെ കുറിച്ചുണ്ട്, അതിനെക്കുറിച്ച് ഞാൻ ഡിസ്കസ് ചെയ്യുന്നില്ല. ഹൗ വെൽ ഈസ് ഇന്ത്യ ടാപ്പിംഗ് ഇറ്റ്സ് റൂഫ് ടോപ്പ് സോളാർ പൊട്ടൻഷ്യൽ എന്ന് പറയുന്ന ഒരു ആർട്ടിക്കിൾ ഉണ്ട്. ഹൗ വെൽ ഈസ് ഇന്ത്യ ടാപ്പിംഗ് ഇറ്റ്സ് റൂഫ് ടോപ്പ് സോളാർ പൊട്ടൻഷ്യൽ. ഇതിനെ 2 ആസ്പെക്റ്റിലാണ് ഞാൻ ഡിസ്കസ് ചെയ്യുന്നത്. ഒന്നെന്ന് പറഞ്ഞാൽ ഇന്ത്യയുടെ കമ്മിറ്റ്മെന്റ് ടു ദ വേൾഡ്. ഡ്യൂറിംഗ് ദ COP 27 or 26 മീറ്റിംഗ്, ഗ്ലാസ്ഗോയിൽ നടന്ന COP മീറ്റിംഗ് 26th ആണോ 27 ആണോ നോക്കണം. എന്റെ ഓർമ്മ 26th ആണെന്നാണ്. ഗ്ലാസ്ഗോയിൽ നടന്ന, ഗ്ലാസ്ഗോ സ്കോട്ട്ലൻഡിലെ ഗ്ലാസ്ഗോയില് ഒരു COP സമ്മിറ്റ് നടന്നു. COP സമ്മിറ്റ് മീൻസ് കോൺഫറൻസ് ഓഫ് ദ പാർട്ടീസ്. COP എന്ന് പറഞ്ഞാൽ അതാണ് COP, കോൺഫറൻസ് ഓഫ് ദ പാർട്ടീസ്. അത് UNFCCC നടത്തുന്നതാണ്. UNFCCC എന്ന് പറഞ്ഞാൽ യുണൈറ്റഡ് നേഷൻസ് ഫ്രെയിംവർക്ക് കൺവെൻഷൻ ഓൺ ക്ലൈമറ്റ് ചേഞ്ച്. യുണൈറ്റഡ് നേഷൻസ് ഫ്രെയിംവർക്ക് കൺവെൻഷൻ ഓൺ ക്ലൈമറ്റ് ചേഞ്ച്. They used to conduct an annual conference of the parties, COP meetings. Last year it was conducted in Dubai, COP 28 meeting. ഓക്കെ, അപ്പൊ ഇനി ഈ COP മീറ്റിങ്ങുകളിലാണ് ഓരോരോ ക്ലൈമറ്റ് ടാർഗറ്റുകൾ അച്ചീവ് ചെയ്യാൻ ശ്രമിക്കുന്നത്. അപ്പൊ COP 26th മീറ്റിംഗ് ആണെന്നാണ് എന്റെ ഓർമ്മ, ഗ്ലാസ്ഗോയിൽ വെച്ച് നടന്നത്. അതിൽ പ്രൈം മിനിസ്റ്റർ മോഡി ഡയറക്ട്ലി attended the meeting and India gave some commitment to the world. Out of those commitments, one commitment was India will produce electricity to the tune of 500 gigawatt by 2030 from renewable energy sources. Renewable energy, അതായത് സോളാർ, വിൻഡ്, ഇതുപോലുള്ള എനർജി സോഴ്സസിൽ നിന്ന് 2030 കൂടി 500 gigawatt ഓഫ് പവർ നമ്മൾ ഉൽപ്പാദിപ്പിക്കും എന്നുള്ളൊരു കമ്മിറ്റ്മെന്റ് നമ്മൾ ലോകത്തിൽ കൊടുത്തിട്ടുണ്ട്. ആ 500 gigawatt പവർ നമ്മൾ റിന്യൂവബിൾ എനർജി സോഴ്സസിൽ നിന്ന് ഉൽപ്പാദിപ്പിക്കണമെങ്കിൽ സോളാർ പവർ ഷുഡ് പ്ലേ എ പിവറ്റൽ റോൾ ഇൻ ദാറ്റ്. സോളാർ പവർ മനസ്സിലായോ? അതിൽ 100 gigawatt എങ്കിലും സോളാർ പവർ റൂഫ് ടോപ്പിൽ നിന്ന് ഉൽപ്പാദിപ്പിക്കണം. എവിടെ നിന്ന് ഉൽപ്പാദിപ്പിക്കണം? റൂഫ് ടോപ്പിൽ നിന്ന്. അതിൽ ഇന്ത്യയുടെ പ്രോഗ്രസ് എങ്ങനെയാണെന്നാണ് ഈ ആർട്ടിക്കിളിൽ നോക്കുന്നത്. അതിനു മുമ്പ് ഞാൻ ഒരു കാര്യം കൂടെ പറഞ്ഞുതരാം. ഗവൺമെന്റ് ഓഫ് ഇന്ത്യ ഒരു പുതിയ സ്കീം കൊണ്ടുവന്നിട്ടുണ്ട്. ആ സ്കീമിന്റെ പേര് PM സൂര്യഘർ മുഫ്ത് ബിജലി എന്നും കൂടെ ഉണ്ടോ എന്നൊരു ഡൗട്ട് ഉണ്ട്. ഇവിടെ ഉണ്ട്, നോക്കട്ടെ. PM സൂര്യഘർ മുഫ്ത് ബിജലി യോജന എന്നാണെന്ന് എന്റെ ഓർമ്മ. എവിടെയോ ഞാൻ കണ്ടായിരുന്നത്. പ്രധാനമന്ത്രി സൂര്യഘർ മുഫ്ത് ബിജലി യോജന എന്നാണ്. സൂര്യഘർ മുഫ്ത് ബിജലി യോജന. ബിജലി എന്ന് പറഞ്ഞാൽ ഇലക്ട്രിസിറ്റി. ഇതിപ്പോ ഗവൺമെന്റ് ഓഫ് ഇന്ത്യ റൂഫ് ടോപ്പ് സോളാർ പ്രൊമോട്ട് ചെയ്യാൻ വേണ്ടി കൊണ്ടുവന്ന സ്കീമാണ് PM സൂര്യഘർ മുഫ്ത് ബിജലി യോജന. അപ്പൊ ഇതൊക്കെ ഞാൻ പറഞ്ഞു, 500 gigawatt പവർ ബൈ 2030 ഇന്ത്യ റിന്യൂവബിൾ എനർജി സോഴ്സസ് ഉൽപ്പാദിപ്പിക്കുന്ന ഒരു കമ്മിറ്റ്മെന്റ് വേൾഡ് നൽകിയിട്ടുണ്ട്. അതിൽ ഓൾമോസ്റ്റ് 100 gigawatt ഷുഡ് കം ഫ്രം സോളാർ പവർ. ആ സോളാർ പവറിന് ഒരു എനേബിളിംഗ് എൻവയോൺമെന്റ്, റൂഫ് ടോപ്പ് സോളാറിന് ഒരു എനേബിളിംഗ് എൻവയോൺമെന്റ് പ്രൊവൈഡ് ചെയ്യാൻ വേണ്ടിയിട്ട് ഗവൺമെന്റ് ഓഫ് ഇന്ത്യ കൊണ്ടുവന്ന സ്കീമാണ് PM സൂര്യഘർ മുഫ്ത് ബിജലി യോജന. അതിൽ 1 crore ഹൗസ് ഹോൾഡുകൾക്ക്, 1 കോടി വീടുകൾക്ക് റൂഫ് ടോപ്പ് സോളാർ വയ്ക്കാൻ വേണ്ടി ഗവൺമെന്റ് 60% സബ്സിഡി കൊടുക്കും. അതിന് എത്രയാണോ ചെലവ്, അതിന്റെ 60% സബ്സിഡി ഗവൺമെന്റ് കൊടുക്കും. ബാക്കി 40% മാത്രം നമ്മൾ കയ്യിൽ നിന്ന് കണ്ടെത്തണം. അത് വേണമെങ്കിൽ നമുക്ക് ഫിനാൻസ് ചെയ്യാൻ ആൾക്കാരുണ്ട്, ലോ ഇൻട്രസ്റ്റിൽ അത് നമ്മൾ അടച്ചു തീർക്കണം. അതല്ലാന്നുണ്ടെങ്കിൽ നമുക്ക് സ്വന്തം കയ്യിൽ നിന്ന് കാശിൻ്റെ എടുക്കാം. ബാക്കി 60% ഗവൺമെന്റ് തരും. അത് വലിയൊരു നല്ല കാര്യമല്ലേ? അപ്പൊ ഇത് 300 യൂണിറ്റിൽ കൂടുതൽ പവർ കൺസംഷൻ ഉള്ള വീട്ടുകാർക്ക് വേണ്ടിയിട്ടാണ് ചെയ്തേക്കുന്നത്. 300 യൂണിറ്റ്സിൽ കുറവ് പവർ കൺസംഷൻ ഉള്ള വീട്ടുകാർക്ക് മാത്രമേ ഇതിന് അപ്ലൈ ചെയ്യാൻ പറ്റുള്ളൂ. അപ്പൊ നിങ്ങളുടെ വീടുകളിലൊക്കെ 300 യൂണിറ്റ്സ് താഴെയാണ് പവർ കൺസംഷൻ, നിങ്ങൾക്ക് ഇത് അപ്ലൈ ചെയ്യാം. അപ്പം ഇതൊക്കെ അതിൽ ഡിസ്കസ് ചെയ്യുന്നുണ്ട്. ആ സ്കീമിന് എത്ര ഗവൺമെന്റ് ഫണ്ട് ചെലവാക്കുന്നത്, ഏതാണ്ട് 75,000 crores ആണ് അതിന്റെ ഫണ്ട് എന്ന് പറയുന്നത്. ഓക്കെ, ടോട്ടൽ ഫണ്ട് ഗവൺമെന്റിന് വേണ്ടി മാറ്റി വെച്ചേക്കുന്നത്. ഇപ്പൊ ഏതൊക്കെ സ്റ്റേറ്റുകളാണ് ഈ സോളാർ, റൂഫ് ടോപ്പ് സോളാർ, മൊത്തം സോളാർ അല്ല ഈ പറഞ്ഞത്, റൂഫ് ടോപ്പ് സോളാറിനെ കുറിച്ച്. റൂഫ് ടോപ്പ് സോളാർ പവർ പ്രൊഡക്ഷൻ ഏതൊക്കെ സ്റ്റേറ്റുകളാണ് ലീഡിങ്? ഗുജറാത്ത്, മഹാരാഷ്ട്ര, രാജസ്ഥാൻ പോലുള്ള സ്റ്റേറ്റുകളാണ് ലീഡിങ്. കേരളമൊക്കെ ആവറേജ് ലെവലിൽ പെർഫോം ചെയ്യുന്നുണ്ട്. UP, ബീഹാറൊക്കെ വേഴ്സ്റ്റ് പെർഫോമേഴ്സ് ആണ്. എന്തുകൊണ്ടാണ് അങ്ങനെ സംഭവിക്കാനുള്ള കാരണം? ഈ റൂഫ് ടോപ്പ് സോളാർ
കൂടുതലായിട്ട് പ്രൊമോട്ട് ചെയ്യാൻ ഗവൺമെന്റിന് എന്തൊക്കെ ചെയ്യാൻ പറ്റും, അതൊക്കെയാണ് ഇതിൽ ലാസ്റ്റിൽ പറഞ്ഞ ഗവൺമെന്റ് എന്തൊക്കെ ചെയ്യാൻ പറ്റുള്ള കാര്യങ്ങളാണ്. കൂടുതലായിട്ട് ലോ കോസ്റ്റ് ഫിനാൻസ്, അതുപോലെ ആൾക്കാരുടെ ഇടയിൽ അവയർനെസ്, അതുപോലെ സോളാർ ടെക്നോളജിയിൽ R&D പ്രൊമോട്ട് ചെയ്യുക, റിസർച്ച് ആൻഡ് ഡെവലപ്മെന്റ്. എന്നാലേ വീണ്ടും ലോ കോസ്റ്റിൽ ഇതൊക്കെ ഉത്പാദിപ്പിക്കാൻ പറ്റുള്ളൂ. ആൾക്കാരുടെ കയ്യിൽ നിന്ന് ഫിനാൻഷ്യൽ ബർഡൻ കുറഞ്ഞിരുന്നാലേ ഇത് കൂടുതലായിട്ട് അത് വരുള്ളൂ. അങ്ങനെയുള്ള കാര്യങ്ങളാണ് ഇതിൽ പറഞ്ഞേക്കുന്നത്. അപ്പൊ ഇതൊന്ന് വായിച്ചു നോക്കണേ. പ്രത്യേകിച്ച് ഈ സ്കീമൊക്കെ ഒന്ന് പഠിച്ചു. PM സൂര്യഘർ മുഫ്ത് ബിജ്ലി യോജന ഇപ്പൊ കഴിഞ്ഞ വർഷം വന്ന സ്കീമാണ്. ഇനി അടുത്ത പേജുകളിലേക്ക് പോകുമ്പോ നമ്മൾ ഇന്നലെയും പറഞ്ഞ കാര്യമാണ്. വിത്ത് ഡമ്മി FIRs, പോക്കറ്റ് ഗൈഡ്സ്, പോലീസ് ഗെറ്റ് റെഡി ടു സ്വിച്ച് ടു ന്യൂ ക്രിമിനൽ ലോസ്. Just 4 days to go to implement a new criminal laws in India. From July 1st onwards, India will herald a new sunrise. അതിന്റെ കാരണം എന്ന് വെച്ചാൽ ഒരു സെഞ്ചുറീസ് ടുഗദർ ആയിട്ട് ഇന്ത്യയിൽ നിലവിലിരിക്കുന്ന ക്രിമിനൽ ലോസ് എല്ലാം മാറി പുതിയത് വരികയാണ്. ഞാൻ നിങ്ങളുടെ പറഞ്ഞിരുന്നത് ഡീറ്റെയിൽ ആയിട്ട്. അതുകൊണ്ട് വീണ്ടും പറയുന്നത് ഭാരതീയ ന്യായ സംഹിത, ഭാരതീയ നാഗരിക് സുരക്ഷാ സംഹിത, ഭാരതീയ സാക്ഷി അധിനിയം ഏതിനെയൊക്കെ റീപ്ലേസ് ചെയ്തുകൊണ്ട് IPC, CRPC, ഇന്ത്യൻ എവിഡൻസ് ആക്ടിനെ റീപ്ലേസ് ചെയ്തുകൊണ്ട്. അപ്പം ഇതിൽ ഈ ഒരു കാര്യം മാത്രമേ ഇപ്പൊ പറയുന്നുള്ളൂ. CCTNS എന്താണോ അങ്ങനെ ഒരു സാധനമുണ്ട്. CCTNS അതിന്റെ എക്സ്പാൻഷൻ എന്ന് പറയുന്നത് ക്രൈം ആൻഡ് ക്രിമിനൽ ട്രാക്കിംഗ് നെറ്റ്വർക്ക് ആൻഡ് സിസ്റ്റംസ് എന്നാണ് തോന്നുന്നു. അതൊന്നും ആയിക്കോട്ടെ. ക്രൈം ആൻഡ് ക്രിമിനൽ ട്രാക്കിംഗ് നെറ്റ്വർക്ക് സിസ്റ്റംസ്. അപ്പൊ അതിലൊക്കെ കുറച്ച് മോഡിഫിക്കേഷൻ വരാൻ പോയാ പുതിയ ലോസ് വരുമ്പം അത് എന്തിനാണ് യൂസ് ചെയ്യുന്നതെന്ന് കൂടെ പറഞ്ഞുതരാം. ഇന്ത്യയിൽ ഏതാണ്ട് 16,000-ഓളം പോലീസ് സ്റ്റേഷൻസ് FIR അപ്ലോഡ് ചെയ്യുന്ന ഇതിന്റെ അകത്താണ്. FIR ഫസ്റ്റ് ഇൻഫർമേഷൻ റിപ്പോർട്ട്. FIR എന്ന് പറയുന്നത് ഇന്ത്യയിൽ അറൌണ്ട് 16,000 പോലീസ് സ്റ്റേഷൻസ് ആണുള്ളത്. അവരെല്ലാം FIR അപ്ലോഡ് ചെയ്യുന്ന CCTNSലാണ്. ഹോം മിനിസ്ട്രി അണ്ടറിലുള്ള ഒരു സംവിധാനമാണ്. ഇതെല്ലാം ഹോം മിനിസ്ട്രി അണ്ടറിലാണല്ലോ. പിന്നെ താഴോട്ട് വരുമ്പം വേറൊന്നും പറയാല്ല. മുച്കുന്ദ് ദുബെ എന്ന് പറയുന്ന ഇന്ത്യയുടെ പഴയ IAS കണ്ടാണ് അദ്ദേഹം. IFS റിട്ടയർ ആണ്, അല്ല മരിച്ചതിനെ കുറിച്ചൊക്കെ ന്യൂസ് ഉണ്ട്. അത് വേറെ വേണ്ട. പിന്നെ ഈ പേജിൽ നമുക്ക് ആവശ്യമുള്ളൊന്നുമില്ല. അതിന്റെ അടുത്ത പേജിൽ പോകുമ്പോ നമ്മൾ ഇന്നലെ ഡിസ്കസ് ചെയ്ത കാര്യം റിപ്പീറ്റ് ചെയ്ത് വന്നിരുമ്പോൾ ഞാൻ ഒന്നുകൂടെ പറയുന്നതാണ്. മിനിസ്റ്റേഴ്സ് പ്രോമിസ് ടു ലുക്ക് ഇൻ ടു നിക്കോബാർ പ്രൊജക്ട് മൈൽഡ്ലി എൻകറേജിംഗ് സെയ്സ് കോൺഗ്രസ് എന്നൊരു ആർട്ടിക്കിൾ കാണാം. ഞാൻ കഴിഞ്ഞ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യാണ്. ഗ്രേറ്റ് നിക്കോബാർ ഐലൻഡിൽ വരുന്ന 72,000 crores മെഗാ പ്രോജക്ട്, അതിന്റെ എൻവയോൺമെന്റൽ കൺസേൺസ്, അതിന്റെ എൻവയോൺമെന്റൽ ഇംപ്ലിക്കേഷൻസ്, അതിന്റെ പേരിൽ NGT നാഷണൽ ഗ്രീൻ ട്രിബ്യൂണൽ നടക്കുന്ന കേസ്. ഈ ഗ്രേറ്റ് നിക്കോബാർ ഐലൻഡ് എന്ന് പറയുന്നത് ആൻഡമാൻ ആൻഡ് നിക്കോബാർ ഐലൻഡ്സ് എന്ന് പറയുന്ന ആർച്ചിപ്പലാഗോ, കളക്ഷൻ ഓഫ് ഐലൻഡ്സിനാണ് ആർച്ചിപ്പലാഗോ എന്ന് പറയുന്നത്. അതിനകത്ത് വരുന്ന ഒരു ദ്വീപാണെന്നും അവിടുത്തെ ഡിഫറെന്റ് ആയിട്ടുള്ള ട്രൈബൽ ഗ്രൂപ്പുകളെ കുറിച്ചും അവർക്ക് വരാവുന്ന പ്രശ്നങ്ങളെ കുറിച്ചും ഇതുകൊണ്ട് ഈ 72,000 crores ആ ഒരു ഇൻവെസ്റ്റ്മെന്റിൽ വരുന്ന എന്തൊക്കെയാണെന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ട്. ഒരു വലിയ പോർട്ട്, അത് ട്രാൻസ്ഷിപ്മെന്റ് പോർട്ടാണ്. മലാക്ക സ്ട്രേറ്റിനോട് ചേർന്ന് കിടക്കുന്നത് കൊണ്ട് വലിയ എക്കണോമിക് പൊട്ടൻഷ്യൽ ഉള്ളൊരു പോർട്ടാണ്. ഒപ്പം ഒരു എയർപോർട്ട് വരുന്നുണ്ട്, ഒരു പവർ പ്ലാന്റ് വരുന്നുണ്ട്. പക്ഷെ അതിനു വേണ്ടിയിട്ട് 2 വൈൽഡ് ലൈഫ് സാങ്ച്വറീസിനെയൊക്കെ ഡീനോട്ടിഫൈ ചെയ്യേണ്ടി വരും, ഇല്ലാതാക്കേണ്ടി വരും. ഒരുപാട് 10 ലക്ഷത്തോളം ട്രീസ് കട്ട് ചെയ്യേണ്ടി വരും. അതല്ലാതെ പറയുന്നുണ്ട്. അത് പറഞ്ഞാണ് ഡീറ്റെയിൽ ആയിട്ട് അതിനെ കുറിച്ച് പറയുന്നത്. പക്ഷേ അതിന്റെ എൻവയോൺമെന്റൽ കൺസേൺസിനെ കുറിച്ച് ഒന്നും കൂടെ പഠിക്കും എന്ന് ഗവൺമെന്റ് ഇപ്പൊ പറഞ്ഞിട്ടുണ്ട്. പ്രത്യേകിച്ച് ജുവൽ ഒറാം, ഇന്ത്യയുടെ ട്രൈബൽ അഫയേഴ്സ് മിനിസ്റ്റർ, അതിൽ കുറച്ചുകൂടെ ശ്രദ്ധ ചെലുത്താം എന്ന് പറഞ്ഞിരിക്കുന്നു. ജുവൽ ഒറാം. ഇനി അതിനടുത്ത പേജ് പോകുമ്പോ ബിസിനസ് പേജിൽ ടെലികോസ് ബിഡ് ₹11,340 crore ഫോർ സ്പെക്ട്രം എന്ന് പറഞ്ഞൊരു ന്യൂസ് ഉണ്ട്. ഇന്ത്യയിൽ സ്പെക്ട്രം ഓപ്ഷനിങ് നടന്നുകൊണ്ടിരിക്കുകയാണ്. 5G സ്പെക്ട്രത്തിനാണ്. 5G സ്പെക്ട്രത്തിന്റെ ഓപ്ഷനിങ് നടന്നുകൊണ്ടിരിക്കുക. ഇപ്പൊ ലേലം നടന്നുകൊണ്ടിരിക്കുക. മുമ്പ് ലേലത്തിലല്ല കൊടുത്തത്. അതാണ് ഇന്ത്യയുടെ ഹിസ്റ്ററിയിൽ ഏറ്റവും വലിയ സ്കാം. 2G spectrum scam. When 2G spectrum was allocated, they didn't go for spectrum auctioning. Instead, they went for first come first serve policy. First come first serve എന്ന് പറഞ്ഞാൽ ആദ്യം അപ്ലൈ അവന് കിട്ടും, പിന്നെ അല്ലാത്തവന് കിട്ടില്ല. ലേലം ചെയ്യാത്തതുകൊണ്ട് അവന് തോന്നിയ ത്രോ അവേ പ്രൈസസിന് കൊടുത്ത് ഗവൺമെന്റ് എക്സ്ചക്കറിന് lakhs of crores നഷ്ടം ഉണ്ടായി. ദാറ്റ് വാസ് ദ ബിഗ്ഗസ്റ്റ് കറപ്ഷൻ
which was happened in India's independent India's history. That's why Manmohan Singh government lost in 2014. After that, Congress never recovered from that failure loss. അതാണ് ഇന്നും കോൺഗ്രസിന് ഗ്രാപ്പിൾ ചെയ്തേക്കുന്ന ഏറ്റവും വലിയ പ്രോബ്ലം എന്ന് പറഞ്ഞാൽ 2G സ്പെക്ട്രം അഴിമതി. അതിനുശേഷം അവർക്ക് ആ ഒരു ഇതിന്ന് തിരിച്ചു വരാൻ പറ്റില്ല. ഇപ്പോഴും അവർ തിരിച്ചു വന്നതൊക്കെ പറഞ്ഞാൽ നമ്മളൊന്ന് ആലോചിച്ചേക്ക്, 100 സീറ്റ് അവർക്ക് വിൻ ചെയ്യാൻ പറ്റില്ല, 99 സീറ്റ്സ് ആണ് അവർക്ക് വിൻ ചെയ്യാൻ പറ്റുള്ളൂ. പക്ഷേ സ്റ്റിൽ ഇറ്റ് ഇസ് ആൻ ഇംപ്രൂവ്മെന്റ്. ഇപ്പോൾ നന്നായിട്ട് അവർ പെർഫോം ചെയ്താൽ നെക്സ്റ്റ് ഇലക്ഷനിൽ അവർക്ക് വലിയ തിരിച്ചുവരവ് നടത്താൻ പറ്റുമെന്ന് പ്രതീക്ഷിക്കാം. പക്ഷേ ഈ 2G സ്പെക്ട്രം ഈ സ്പെക്ട്രം ഓപ്ഷനിങ് വന്നപ്പോൾ എനിക്കത് ഓർമ്മ വന്നുകൊണ്ട് ഞാൻ പറഞ്ഞേ ഉള്ളൂ. പിന്നെ SBI റൈസസ് 10,000 crore ത്രൂ ഇൻഫ്രാസ്ട്രക്ചർ ബോണ്ട്. ഇൻഫ്രാസ്ട്രക്ചർ ബോണ്ട് എന്ന് പറഞ്ഞാല് ബോണ്ട് എന്താണെന്ന് ആദ്യം മനസ്സിലാക്കുക. ബോണ്ട് ഈസ് എ ഡെറ്റ് ഇൻസ്ട്രുമെന്റ്. ബോണ്ട് ഈസ് എ ഡെറ്റ് ഇൻസ്ട്രുമെന്റ്. കമ്പനീസ്, ബാങ്ക്സ്, ഗവൺമെന്റ്, എവ്രി വൺ ഈസ് launching different kinds of or issuing different kinds of bonds for collecting money from people as debt. ജനങ്ങളിൽ നിന്ന് അല്ലെങ്കിൽ ഇൻസ്റ്റിറ്റ്യൂഷൻസ് നിന്നൊക്കെ ഡെറ്റ് ആയിട്ട് പൈസ കളക്ട് ചെയ്യാൻ ഉപയോഗിക്കുന്ന ഇൻസ്ട്രുമെന്റ് ആണ്. Once we give money as loan or debt to somebody, we will get what we will get. Definitely we will get interest. Likewise in bonds also, what is our return? That is interest. അപ്പോൾ ഇൻഫ്രാസ്ട്രക്ചർ ബോണ്ട് എന്ന് പറഞ്ഞാല് അങ്ങനെ ഈ ബോണ്ട് ഇഷ്യൂ ചെയ്ത് കളക്ട് ചെയ്യുന്ന കടം അവർ ഇൻഫ്രാസ്ട്രക്ചർ പ്രൊജക്ട്സിന് വേണ്ടി മാത്രമേ ഉപയോഗിക്കുകയുള്ളൂ. ഇനി ഗ്രീൻ ബോണ്ടുകളുണ്ട്. ഗ്രീൻ ബോണ്ട് എന്ന് പറഞ്ഞ പേരിലാണ് അവർ ഇഷ്യൂ ചെയ്യുന്നുണ്ടെങ്കിൽ ആ ബോണ്ട് ഗ്രീൻ പ്രൊജക്ട്സ്, അതായത് സോളാർ പവർ പ്രൊജക്ടുകൾ, അങ്ങനെയൊക്കെയുള്ള ഗ്രീൻ ഇനിഷ്യേറ്റീവ്സിന് മാത്രമേ അവർ ലോൺ കൊടുക്കുകയുള്ളൂ. ഇനി മസാല ബോണ്ടുകളുണ്ട്. നിങ്ങൾ കേട്ടിട്ടുണ്ടായിരിക്കും മസാല ബോണ്ടുകൾ. മസാല ബോണ്ട്സ് മീൻസ് ദോസ് ബോണ്ട്സ് വിൽ ബി issued in some foreign countries like London Stock Exchange or New York Stock Exchange. അങ്ങനെയൊക്കെയുള്ള ഫോറിൻ കൺട്രീസിലെ എക്സ്ചേഞ്ചുകളിലായിരിക്കും അത് ഇഷ്യൂ ചെയ്യുന്നത്. ബട്ട് ദ മണി വിൽ ബി കളക്ടഡ് ഇൻ ഇന്ത്യൻ റുപ്പി ഓൺലി. പണ്ടുകൊണ്ട് ബോണ്ടുകൾ ഇന്ത്യൻ കമ്പനീസ് ഒക്കെ വിദേശങ്ങളിൽ ഇഷ്യൂ ചെയ്യാറുണ്ട്. പക്ഷെ അപ്പോഴും അവിടുത്തെ കറൻസിയിലായിരിക്കും പണം കിട്ടുന്നത്. ഇപ്പം ബ്രിട്ടനിലാണെങ്കിൽ പൗണ്ടിലോ അല്ലെങ്കിൽ US ഡോളറിലോ ഒക്കെ ആയിരിക്കും. പക്ഷേ ഇഫ് യു ആർ ക്ലാസിഫൈങ് എ ബോണ്ട് ആസ് എ മസാല ബോണ്ട്, we can issue that bond in a foreign country, but we will get the money in Indian rupee. അതാണ് മസാല ബോണ്ടിന്റെ പ്രത്യേകത. ഇനി അങ്ങനെ പല ടൈപ്പ് ഓഫ് ബോണ്ട്സ് ഉണ്ട്. എന്നാൽ SBI ഇൻഫ്രാസ്ട്രക്ചർ ബോണ്ടാണ് ഇഷ്യൂ ചെയ്തത്. അത് ഇൻഫ്രാസ്ട്രക്ചർ മേഖലയിലെ ഫണ്ടിങ്ങിന് വേണ്ടി അത് ഉപയോഗിക്കുന്നത്. 10,000 കോടി അങ്ങനെ ഒരു കളക്ട് ചെയ്ത എമൗണ്ട് ഒന്നും അറിയണ്ട. ജസ്റ്റ് ബോണ്ട് എന്താണെന്ന് അറിയാൻ വേണ്ടിയിട്ടും ഡിഫറെന്റ് കൈൻഡ്സ് ഓഫ് ബോണ്ട്സിനെ കുറിച്ചൊന്ന് പറഞ്ഞതേ ഉള്ളൂ. ഇനി മുനി ബോണ്ട്സ് എന്ന് പറഞ്ഞ ബോണ്ട് ഉണ്ട്. മുനി ബോണ്ട്സ്, മുനിസിപ്പൽ, അതായത് തിരുവനന്തപുരം കോർപ്പറേഷൻ ഒരു ബോണ്ട് ഇഷ്യൂ എന്ന് കരുതിക്കോ. ഇടയ്ക്ക് വെച്ച് പൂനെ കോർപ്പറേഷൻ അങ്ങനെ ഒരു ബോണ്ട് ഇഷ്യൂ ചെയ്തു. അങ്ങനെ മുനി ബോണ്ട്സ്, മുനിസിപ്പൽ ബോണ്ട്സ് എന്നുള്ളതിന്റെ ഷോർട്ട് ഫോം ആണ് മുനി ബോണ്ട്സ് എന്ന് അറിയപ്പെടുന്നത്. ഓക്കെ. പിന്നെ AMC അസറ്റ് മാനേജ്മെന്റ് കമ്പനീസിനാണ് AMCs എന്ന് പറയുന്നത്. ഓക്കെ. ഇനി നെക്സ്റ്റ് പേജ് പോകുമ്പോൾ പാകിസ്ഥാന്റെ പ്രൈം മിനിസ്റ്റർ ഷഹബാസ് ഷെരീഫിന്റെ ഒരു സ്റ്റേറ്റ്മെന്റ് കാണാം. പാകിസ്ഥാന്റെ പ്രൈം മിനിസ്റ്റർ ആരാണ്? ഷഹബാസ് ഷെരീഫ്. നാറ്റോ നെയിംസ് ഡച്ച് PM മാർക്ക് റുട്ടി ആസ് നെക്സ്റ്റ് ചീഫ്. അറിഞ്ഞിരിക്കുക. നാറ്റോ നോർത്ത് അറ്റ്ലാന്റിക് ട്രീറ്റി ഓർഗനൈസേഷൻ, a military alliance led by United States of America. അമേരിക്കയുടെ ലീഡർഷിപ്പിലുള്ള ഒരു മിലിറ്ററി അലയൻസ് ആൻഡ് ഇറ്റ്സ് ഹെഡ്ക്വാർട്ടേഴ്സ് ഈസ് ഇൻ ബ്രസൽസ്. എവിടെയാണ് ഹെഡ്ക്വാർട്ടേഴ്സ്? ബ്രസൽസ് ഈസ് ദ ക്യാപിറ്റൽ ഓഫ് ബെൽജിയം. ബെൽജിയത്തിന്റെ ക്യാപിറ്റൽ ബ്രസൽസ് ആണ് ഹെഡ്ക്വാർട്ടേഴ്സ്. 32 countries are there in NATO. And NATO yesterday selected Mark Rutte, the outgoing Prime Minister of Netherlands. And as its secretary general, നാറ്റോയ്ക്ക് ഒരു സെക്രട്ടറി ജനറൽ, അതാണ് ഹെഡ് എന്ന് പറയുന്നത്. ഓക്കെ. അപ്പൊ നെതർലാൻഡ്സിന്റെ ഔട്ട് ഗോയിങ് പ്രൈം മിനിസ്റ്റർ ആണ്. നെതർലാൻഡ്സിന് പുതിയ പ്രൈം മിനിസ്റ്റർ വരാൻ പോയത്. പക്ഷെ അദ്ദേഹത്തിന്റെ ചലഞ്ചസ് ഭയങ്കര പാടുള്ള ചലഞ്ചസ്. ഇനിയിപ്പോ ഈ യുക്രൈൻ റഷ്യ വാറൊക്കെ നടന്നുകൊണ്ടിരിക്കുന്ന സമയമാണ്. അതിലും വലിയൊരു പ്രശ്നം ചലഞ്ച് US ആണ് ഇതിന്റെ ഏറ്റവും വലിയ യൂണിഫൈങ് ഫോഴ്സ് നാറ്റോയുടെ. പക്ഷേ ട്രംപിന് നാറ്റോ വലിയ താല്പര്യമില്ല. കാര്യം നാറ്റോയ്ക്ക് വേണ്ടി US ഒരുപാട് പണം ചെലവഴിക്കുന്നുണ്ട്. ട്രംപ് പറയുന്നത് ഒരു വേസ്റ്റേജ് ആണെന്നാണ് പറയുന്നത്. സോ there is a big chance of Trump becoming the president of United States of America by November 2024. That means this year. വൺസ് ട്രംപ് അധികാരത്തിൽ വന്നു കഴിഞ്ഞാൽ അദ്ദേഹത്തിന്റെ നാറ്റോയോടുള്ള സമീപനം എങ്ങനെയായിരിക്കും എന്ന് പറയാൻ പറ്റത്തില്ല. ദാറ്റ് വിൽ ബി എ ബിഗ് ചലഞ്ച് ഫോർ ദ ന്യൂ സെക്രട്ടറി ജനറൽ ഓഫ് നാറ്റോ, ദാറ്റ് ഈസ് മാർക്ക് റൂട്ടി. പിന്നെ ജൂലിയൻ അസാഞ്ചിനെ ഇന്നലെ ഫ്രീ ആക്കി. അത് ഞാൻ ഇന്നലെ പറഞ്ഞായിരുന്നു. ജൂലിയൻ അസാഞ്ചിന്റെ കാര്യങ്ങളൊക്കെ ഞാൻ ഇന്നലെ പറഞ്ഞു, ഞാൻ പറയുന്നില്ല.
കെനിയയുടെ പ്രസിഡന്റിന്റെ കാര്യം ഇന്നലെ ഞാൻ പറഞ്ഞത് വില്യം റൂട്ടോ, കെനിയയുടെ പ്രസിഡന്റ് വില്യം റൂട്ടോ, കെനിയയുടെ ക്യാപിറ്റൽ നൈറോബി. അദ്ദേഹം കുറെ പ്രോബ്ലംസോടെ ഫേസ് ചെയ്യാണ്. പുതിയ ടാക്സ് ലോസ് കൊണ്ടുവന്നതിന്റെ പേരിൽ അവിടെ വലിയ പ്രൊട്ടസ്റ്റ് ഉണ്ടായി. പക്ഷെ അത് അദ്ദേഹം വിത്ഡ്രോ ചെയ്തു. കാര്യം കുറെ പേര് മരിക്കുകയൊക്കെ ചെയ്തു പ്രൊട്ടസ്റ്റിൽ. പാർലമെന്റ് വരെ അറ്റാക്ക് ചെയ്താണ് ആൾക്കാർ. പിന്നെ സ്പോർട്സ് പേജ് പ്രത്യേകിച്ച് ഒന്നും പറയാല്ല. സെമി ഫൈനലിൽ നമ്മൾ T20 വേൾഡ് കപ്പിൽ ഇന്ത്യ ടീം കളിക്കുകയാണ് ഇംഗ്ലണ്ടിന് അഗൈൻസ്റ്റ് ആയിട്ട്. നമുക്ക് എല്ലാവർക്കും വിഷസ് കൊടുക്കാം ഇന്ത്യൻ ടീമിന് വിൻ ചെയ്യാൻ. അങ്ങനെ ഒരു ഫൈനലിൽ കയറട്ടെ, എന്നിട്ട് കപ്പ് വിൻ ചെയ്യട്ടെ. കാര്യം മോർ ദാൻ 1 decade ആയിട്ട് ഇന്ത്യ ഈസ് ആക്ച്വലി ഇൻ സ്റ്റാർവേഷൻ ഫോർ കപ്പ്. കാര്യം എന്ന് വെച്ചാൽ നമ്മളൊരു സ്റ്റാർവേഷൻ ആണ്, അല്ലാണ്ട് ഒരു പട്ടിണിയിലാണ്. നമുക്ക് കപ്പ് കിട്ടുന്നില്ല. അപ്പോൾ ആ ഒരു ക്ഷാമമാണ്, ഒരു കപ്പ് ഡ്രൗട്ടാണ് ഇപ്പം ഇന്ത്യക്ക്. അപ്പം ഇന്ത്യക്ക് ഇപ്രാവശ്യങ്ങളിൽ ഒരു കപ്പ് കിട്ടട്ടെ. ഓക്കെ, രോഹിത് ശർമ്മ എന്ന് പറയുന്ന ക്യാപ്റ്റൻ അത് ഡിസേർവ് ചെയ്യുന്നുണ്ട്. ഇനി നെക്സ്റ്റ് പേജിലേക്ക് പോകുമ്പം PGTA പ്രസിഡന്റ് ആയിട്ട് കപിൽ ദേവ് വരുന്നു. PGTA പ്രൊഫഷണൽ ഗോൾഫ് ടൂർ ഓഫ് ഇന്ത്യ. ഗോൾഫ് ഇന്ത്യയിൽ ടൂർ സംഘടിപ്പിക്കുന്നവരാണ്. PGTA ആണ്, പ്രൊഫഷണൽ ഗോൾഫ് ടൂർ ഓഫ് ഇന്ത്യ. അതിന്റെ പ്രസിഡന്റ് പഴയ ക്രിക്കറ്ററായ കപിൽ ദേവ്. ഇനി ലോകത്തിൽ ഗോൾഫ് ടൂർ സംഘടിപ്പിക്കുന്ന PGA ആണ്, പ്രൊഫഷണൽ ഗോൾഫേഴ്സ് അസോസിയേഷൻ. ഇന്ത്യയിലാണ് PGTA, ലോകത്തിൽ PGA. പിന്നെ യൂറോ കപ്പ് നടന്നുകൊണ്ടിരിക്കുന്നു ജർമ്മനിയില്. നെക്സ്റ്റ് പേജിൽ പോകുമ്പോഴത്തേക്ക് ഇന്ത്യയുടെ ഹോക്കി ടീം ക്യാപ്റ്റൻ ഹർമൻപ്രീത് കൗറിനെ കുറിച്ചൊക്കെയുള്ള കാര്യങ്ങൾ കാണാം. പിന്നെ കോപ്പ അമേരിക്ക യുണൈറ്റഡ് സ്റ്റേറ്റ്സ് ഓഫ് അമേരിക്ക നടന്നുകൊണ്ടിരിക്കുന്ന അതിനെ കുറിച്ചുള്ള വാർത്തകൾ കാണാം. പിന്നെ അവിടെ പ്രത്യേകിച്ചൊന്നും പറയാനില്ല. പിന്നെ ഫസ്റ്റ് പേജിലൊക്കെ നമ്മൾ പറഞ്ഞു കഴിഞ്ഞ കാര്യങ്ങൾ തന്നെയാണ്. ഓൾമോസ്റ്റ് എവറിത്തിങ് ഈസ് ഫിനിഷ്ഡ്, ഐ തിങ്ക് സോ. ഇതൊന്ന് പഠിച്ചോ. ഇന്ത്യയിലെ ലാർജസ്റ്റ് ലെപ്പേർഡ് സഫാരി, പുള്ളിപ്പുലി ഉണ്ടല്ലോ, ലെപ്പേർഡ് സഫാരി എവിടെയാണ് വന്നതെന്ന് അറിഞ്ഞിരിക്കുക. ബന്നർഘട്ടയിൽ. ബന്നർഘട്ട, ഇത് കർണാടകത്തിലാണ്. ബന്നർഘട്ട, BANNERGHATTA, ബന്നർഘട്ട, കർണാടക. ഇവിടെയാണ് ഇന്ത്യയിലെ ലാർജസ്റ്റ് ലെപ്പേർഡ് സഫാരി ഓപ്പൺ ചെയ്തു. ഓക്കെ, അപ്പൊ ഇത്രയാണ് ഇന്നത്തെ ഹിന്ദു ന്യൂസ് പേപ്പറിലെ കറണ്ട് അഫയേഴ്സ് എന്ന് പറയുന്നത്. നമുക്ക് ഡിസ്കസ് ചെയ്യാനുള്ള കാര്യങ്ങൾ. അപ്പൊ എല്ലാവരും ഇത് കണ്ടതിന് ശേഷം പത്രം കൂടെ നന്നായിട്ട് വായിക്കുക. അപ്പോഴേ ഇത് കംപ്ലീറ്റ്ലി ഇഫക്റ്റീവ് ആയിട്ട് മാറുള്ളൂ. നമുക്ക് ഇനി അടുത്ത ദിവസം കാണുമ്പോഴേയും എല്ലാവരോടും ബൈ. എന്തെങ്കിലുമൊക്കെ കമന്റ്സ് ഉണ്ടെങ്കിൽ പറയുക. അത് ഫ്രണ്ട്സിന് വേണ്ടിയിട്ട് ഷെയർ ചെയ്യുക. അങ്ങനെ ഒരു സർവീസും കൂടെ നിങ്ങൾ ചെയ്യണമെന്ന് ഞാൻ റിക്വസ്റ്റ് ചെയ്യുന്നു. താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ് ദ വീഡിയോ.